എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. പ്രൊഫൈൽ ആൻഡ് ഓപ്ഷൻസ് വിത്ത് പ്രതീഷ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ. വരും ദിവസങ്ങളിൽ കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. ഓപ്ഷൻസ് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആണ് ഞാൻ കൂടുതൽ ചെയ്യാനുള്ള ശ്രമത്തിലാണ്. നേരത്തെ കുറെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് ഇവിടെ പ്രസന്റ് ചെയ്യാനുള്ള സ്ട്രാറ്റജി ബഡ്ജറ്റ് വരുന്നതുകൊണ്ട് ഓക്കെ, ഫെബ്രുവരി 1-ാം തീയതി നമുക്കൊരു മേജർ ഈവന്റ് മാർക്കറ്റ് വരുന്നുണ്ട്. അപ്പൊ ആ ഈവന്റിനെ നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യാം, ഏത് ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിനെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ വരൂ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അജണ്ട. ഓക്കെ, അപ്പോ എന്ത് തരം ഈവന്റ് ആണ് മാർക്കറ്റിൽ വരാൻ പോകുന്നത്, അതിനെ നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, ഏത് ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യുന്നത്, ആ ട്രേഡിംഗ് സ്ട്രാറ്റജീസിലുള്ള ബെനിഫിറ്റ് എന്താണ്, ഓക്കെ, ആ ട്രേഡിംഗ് സ്ട്രാറ്റജി എന്താണ്, അതിന്റെ ഒരു എക്സാമ്പിൾ നമ്മൾ കാണിക്കും. അതുപോലെ തന്നെ ആ സ്ട്രാറ്റജിയുടെ ബെനിഫിറ്റ് എന്താണ്, ആ സ്ട്രാറ്റജിയുടെ ഡ്രോബാക്ക് എന്താണ്, അതിൽ എങ്ങനെയാണ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുക. സപ്പോസ് ആ ട്രേഡിംഗ് സ്ട്രാറ്റജി എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് മാർക്കറ്റ് മൂവ് ആവുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുക, അപ്പൊ അതിന്റെ ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് എങ്ങനെയാണ്. അപ്പോ സിമുലേഷൻസ് മോഡിൽ അത് ഞാൻ നിങ്ങൾക്ക് ഡെമോൺസ്ട്രേറ്റ് കാണിക്കുക. ഓക്കെ ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വരും ഫെബ്രുവരി 1-ാം തീയതി നമുക്ക് മേജർ ഒരു ഈവന്റ് ഉണ്ടായിരുന്നു, ബഡ്ജറ്റ് ആണ് മാർക്കറ്റിൽ. അപ്പം ഡ്യൂറിങ് ബഡ്ജറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എല്ലാ മേജർ ഈവന്റ്സ് മാർക്കറ്റിൽ വരുന്ന സമയത്ത്. മാർക്കറ്റിനെ റിയാക്ട് ചെയ്യുന്ന മേജർ ഈവന്റ്സ് ആകുമ്പോഴത്തേക്കും മാർക്കറ്റ്സ് ഹൈലി വോളറ്റൈൽ ആവും. അപ്പൊ ഹൈ വോളറ്റൈൽ മാർക്കറ്റ്സിൽ നോർമലി നമ്മൾ ട്രേഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളൊരു സ്ട്രാറ്റജി ബേസ്ഡ് ട്രേഡ്സ് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് അതിലുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ടൈംസ് നമ്മുടെ സ്ട്രാറ്റജിയിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവത്തില്ല. ലൈക്ക് നമ്മളൊരു ഡയറക്ഷണൽ ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അന്ന് ആ ദിവസം, അതായത് ഹൈ വോളറ്റൈൽ മാർക്കറ്റ്സിൽ എസ്പെഷ്യലി ട്രേഡ് ചെയ്യുമ്പോൾ നമ്മുടെ എന്ത് ചെയ്യണം, നമ്മുടെ സ്റ്റോപ്പ് ലോസസ് കൂടുതലും വൈഡ് ആയിട്ടാണ് സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യേണ്ടത്. കാരണം ആ സ്റ്റോപ്പ് ലോസ് ഹിറ്റ്, അതായത് നമ്മുടെ അടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുന്നത് വളരെ കൂടുതൽ പ്രാവശ്യം സംഭവിക്കും. അപ്പൊ അങ്ങനെയുള്ളൊരു ഇതിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മേജറായിട്ട് ആൾക്കാർ ചെയ്യുന്നത് ഹൈ വോളറ്റൈൽ മാർക്കറ്റ്സിൽ ആ സ്റ്റോപ്പിന്റെ വിട്ട് കൂട്ടിയിട്ട് പൊസിഷൻ സൈസിങ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ മാനേജ് ചെയ്യുന്നത്. അപ്പൊ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ട്രേഡിംഗ് സ്ട്രാറ്റജി നോൺ ഡയറക്ഷണൽ ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ്. ഇതൊരു റിസ്ക് ഡിഫൈൻഡ് ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ്. അത് പറഞ്ഞ പോലെ തന്നെ പൊസിഷണൽ ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ്. ഇൻട്രാഡേ ട്രേഡിംഗ് സ്ട്രാറ്റജി അല്ല, പൊസിഷണൽ ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ്. ഇത് മെയിൻ ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഒരു മേജർ ഈവന്റ് വരുമ്പോൾ അത് മാർക്കറ്റിനെ റിയാക്ട് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളിൽ നമ്മുടെ ഏത് സ്ട്രാറ്റജിയാണ് ഓക്കെ അപ്ലൈ ചെയ്യേണ്ടത്, അതിൽ ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് കം ടു ദ സ്ട്രാറ്റജി. അപ്പോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത് കാലണ്ടർ സ്പ്രെഡ്സ് ആണ്. ഓക്കെ, അപ്പൊ ഈ കാലണ്ടർ സ്പ്രെഡ്സ് എന്നുള്ള ഒരു സ്ട്രാറ്റജിയിൽ പല വേരിയേഷൻസ് ഉണ്ട്. സേ ലൈക്ക് എന്താ പറയാ, പുട്ട് കാലണ്ടേഴ്സ് ഉണ്ട്, കോൾ കാലണ്ടേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഡയഗണൽസ് ഉണ്ട്, ഡയഗണൽ കാലണ്ടേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഡബിൾ ഡയഗണൽസ് ഉണ്ട്. അപ്പൊ അങ്ങനെ പല വേരിയേഷൻസും വരുന്നുണ്ട് ഈ പുട്ട് കാലണ്ടർ സ്പ്രെഡിന്റെ അകത്ത് തന്നെ. അപ്പൊ ഞാനിന്ന് ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്ന സ്ട്രാറ്റജി പുട്ട് കാലണ്ടർ സ്പ്രെഡ് ആണ്. അതുപോലെ നിങ്ങൾക്ക് ഏത് സ്ട്രാറ്റജി വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഓക്കെ, കോൾ കാലണ്ടർ ചെയ്യാം അല്ലെങ്കിൽ പുട്ട് കാലണ്ടർ ചെയ്യാം. അപ്പോ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, അപ്പോ കോൾ കാലണ്ടറിന് പോലായിട്ട് നിങ്ങൾ എന്തിനാ കാലണ്ടർ ചെയ്യും, വൈ കാൻ't you do a call calendars? ഓക്കെ, അപ്പൊ ബേസിക് ആയിട്ട് നിങ്ങളുടെ ഓപ്ഷൻസിന്റെ ബേസിക് കാര്യങ്ങൾ അറിയാന്നുണ്ടെങ്കിൽ സേ ലൈക്ക് നമുക്ക് ഈ ട്രേഡിംഗ് സ്ട്രാറ്റജി ഇനിഷ്യേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ വോളറ്റിലിറ്റി നമ്മൾ മെഷർ ചെയ്യേണ്ടതാണ്. മാർക്കറ്റ്സ് ഏത് ലെവൽസിലാണ്, ഓക്കെ, വോളറ്റിലിറ്റി ഏത് ലെവലിലാണ് നിൽക്കുന്ന മാർക്കറ്റ്, ഇവിടെ നിന്ന് ഇനി വോളറ്റിലിറ്റി മുകളിലേക്ക് പോകാനുള്ള ഒരു പ്രോബിലിറ്റി ആണോ കാണുന്നത്, അല്ലെങ്കിൽ വോളറ്റിലിറ്റി താഴേക്ക് പോകാനുള്ള ഒരു പ്രോബിലിറ്റി ആണോ കാണുന്നത് എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് ഓക്കെ അതിനനുസരിച്ചുള്ള ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ് നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പൊ നോർമലി നമ്മുടെ മാർക്കറ്റ്സ് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോഴത്തേക്കും വെൻ മാർക്കറ്റ്സ് ആർ ഗോയിങ് അപ്പ് വോളറ്റിലിറ്റി കംസ് ഡൗൺ. സോ ലൈക്ക് ഇപ്പോൾ നമ്മുടെ ഇന്ത്യ വിക്സ് ആണ് മേജർ വോളറ്റിലിറ്റി ഇൻഡെക്സ് എന്ന് പറയുക. അപ്പൊ ഇന്ത്യ വിക്സിനും നിഫ്റ്റിയുടെയും ചാർട്ടുകൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ ടൈം മാർക്കറ്റ്സ് മുകളിലേക്ക് പോകുമ്പോഴത്തേക്കും വിക്സ് ഈസ് കമ്മിങ് ഡൗൺ. ഓക്കെ, അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് സംഭവിക്കും. സേ ലൈക്ക് മാർക്കറ്റ് താഴേക്ക് വരുമ്പോഴത്തേക്കും വിക്സ് മേളിലേക്ക് പോകും. ഓക്കെ, അപ്പൊ ഇതാണ് ബേസിക് ആയിട്ട് സംഭവിക്കുന്നത്. അപ്പോൾ റെസ്റ്റ് ഓഫ് ദി ടൈം സേ ലൈക്ക് 80 to 90% ടൈം ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇത് നേരെ മറിച്ച് സംഭവിക്കാറുണ്ട്. അതായത് റിമൈനിങ് 10 to 20% ടൈം എന്താവും,
ഈ രണ്ട് ഇൻഡെക്സും, അതായത് വോളറ്റിലിറ്റി ഇൻഡെക്സും നമ്മുടെ നിഫ്റ്റി 50 ഇൻഡെക്സും ഒരേ ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യും. അതായത് മാർക്കറ്റ് മേളിലേക്ക് പോകുമ്പോഴും വിക്സ് മുകളിലേക്ക് കയറുന്നുണ്ട്, അതുപോലെ മാർക്കറ്റ് താഴേക്ക് വരുമ്പോഴും വിക്സ് താഴേക്ക് വരാറുണ്ട്. അപ്പൊ അങ്ങനെ ഉള്ള എന്താ പറയുന്ന എക്സ്പീരിയൻസ് ആയിട്ടുള്ള അങ്ങനത്തെ ഈവൻസ് വരുമ്പോഴത്തേക്ക് അങ്ങനെ സംഭവിക്കും, വോളറ്റിലിറ്റി കൂടും. ഓക്കെ, അപ്പൊ മേജർ ഈവൻസ് വരുന്നതിന് മുമ്പ് തന്നെ എന്താ പറയാ, ആ ഈവന്റിന്റെ എക്സ്പെക്ടേഷൻസ് മാർക്കറ്റ് പാർട്ടിസിപ്പൻസിന് ഉണ്ടാവും. അപ്പൊ എല്ലാവരും എക്സൈറ്റഡ് ആണ്, എന്താണ് അനൗൺസ് ചെയ്യാൻ പോകുന്നത് ആ ഈവന്റിൽ എന്നുള്ളത്. എല്ലാ ആൾക്കാരും എക്സൈറ്റഡ് ആണ്. അപ്പോ ഇൻവെസ്റ്റേഴ്സ് എക്സൈറ്റഡ് ആണ്, ട്രേഡേഴ്സ് എക്സൈറ്റഡ് ആണ്, എല്ലാവരും എക്സൈറ്റഡ് ആണ്. അപ്പൊ അവർക്ക് എന്താ പറയാ, അവർ ഈ മാർക്കറ്റിൽ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അപ്പൊ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോഴത്തേക്കും വോളറ്റിലിറ്റി മാർക്കറ്റിൽ കൂടുതൽ ഇൻക്രീസ് ആവും. അപ്പൊ അങ്ങനെ ഒരു വോളറ്റിലിറ്റി എക്സ്പ്ലോഷൻ സംഭവിക്കുമ്പോഴത്തേക്കും അത് നമുക്ക് എങ്ങനെ ബെനിഫിറ്റ് ആയിട്ട് എടുക്കാം എന്നുള്ളതാണ് ഈ പുട്ട് കാലണ്ടർ നമ്മൾ ചെയ്യുന്നത്. പുട്ട് കാലണ്ടർ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റ് താഴേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ വിക്സ് ഷൂട്ടപ്പ് ആവും. അപ്പൊ ഇതാണ് നമ്മുടെ ബേസിക് തിയറി. ഓക്കെ, ആ ബേസിക് തിയറി വെച്ചിട്ടാണ് നമ്മൾ ഈ പുട്ട് കാലണ്ടർ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ സെലക്ട് ചെയ്തിരിക്കുന്ന സ്ട്രാറ്റജി എപ്പോഴും ശരിയായി വർക്ക് ആവണമെന്നുമില്ല. ഓക്കെ, അത് എഗെയിൻസ്റ്റ് ആയിട്ട് പോകാൻ ചാൻസസ് ഉണ്ട്. അപ്പൊ അങ്ങനെ എഗെയിൻസ്റ്റ് ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അവസാനമായിട്ട് ഈ അഡ്ജസ്റ്റ്മെന്റ്സ് എന്നുള്ളൊരു ചാപ്റ്റർ നോക്കുമ്പോഴത്തേക്കും നമുക്ക് അതിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ സ്ട്രാറ്റജി നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്യേണ്ടത് എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിക്സ് അതായത് വോളറ്റിലിറ്റി മുകളിലേക്ക് പോകും എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സമയങ്ങളിൽ നമുക്ക് വോളറ്റിലിറ്റി പുട്ട് കാലണ്ടർ സ്പ്ലിറ്റ് ചെയ്യാം. കാരണം ഈ പുട്ട് കാലണ്ടർ സ്പ്ലിറ്റ് ലോങ് വേഗ സ്ട്രാറ്റജിയാണ്. അപ്പൊ നിങ്ങളുടെ ഓപ്ഷൻസ് ബേസിക് ഗ്രീക്സ് നിങ്ങൾക്ക് അറിയാന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ബേസിക് ഗ്രീക്സ് ആണ്. അതായത് ഡെൽറ്റ, വേഗ, തീറ്റ, റോ എന്നൊക്കെ പറയും. പിന്നെ ലാസ്റ്റ് ആയിട്ടൊരു ഫാക്ടർ ഉണ്ട് ഗാമ. ഓക്കെ, അപ്പോ വേഗയാണ് നമുക്ക് ഇവിടെ പ്രാധാന്യമുള്ള ഒരു ഓപ്ഷൻ ഗ്രീക്സ്. പുട്ട് കാലണ്ടർ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യുന്നത് ലോങ് വേഗ സ്ട്രാറ്റജിയാണ്. നമ്മുടെ നെറ്റ് വോളറ്റിലിറ്റി പ്ലസ് ആയിരിക്കും, പോസിറ്റീവ് വോളറ്റിലിറ്റി ആണ് ഈ സ്ട്രാറ്റജിയിൽ നമുക്ക് നെറ്റ് വോളറ്റിലിറ്റി കാണിക്കുന്നത്, പോസിറ്റീവ് ആണ് വേഗ. അപ്പൊ പോസിറ്റീവ് വേഗ ഉള്ളൊരു സ്ട്രാറ്റജി എപ്പോഴാണ് നമുക്ക് പൈസ തരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വോളറ്റിലിറ്റി എക്സ്പ്ലോഷൻ വരുമ്പോഴേ, അതായത് വോളറ്റിലിറ്റി എക്സ്പാൻഷൻ വരുന്ന സമയത്ത് നമ്മുടെ ലോങ് വേഗ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും പുട്ട് കാലണ്ടർ സ്പ്രെഡ് ചെയ്യുന്ന നമുക്ക് പ്രോഫിറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ബഡ്ജറ്റ് ട്രേഡിംഗ് സ്ട്രാറ്റജി. ഓക്കെ, അപ്പോൾ ഈ സ്ട്രാറ്റജി നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് മന്ത്ലി ഓപ്ഷൻസ് ആണ്. അതായത് നമുക്ക് ബഡ്ജറ്റ് ഫെബ്രുവരി മന്തിലാണ് വരാൻ പോകുന്നത്. അപ്പോ സെലക്ട് ഫെബ്രുവരി മന്ത്ലി ഓപ്ഷൻ ആണ് ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്നത്. 25 ഫെബ്രുവരി നമ്മൾ ചെയ്തിരിക്കുന്ന ATM ഓപ്ഷനാണ്. ഓക്കെ, ഇതൊരു ജസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇപ്പം മാർക്കറ്റ് ഏത് സ്ഥലത്താണുള്ളത് ആ സ്ട്രൈക്ക് നമുക്ക് സെലക്ട് ചെയ്യാം. ഉദാഹരണത്തിന് ഞാൻ 14,700 പുട്ട് ഓപ്ഷൻ ആണ് എടുത്തിട്ടുള്ളത് ഫെബ്രുവരി മന്തിന്റെ. ഓക്കെ, അപ്പൊ ഈ സ്ട്രാറ്റജി നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഷോർട്ട് ഡേറ്റഡ് ഓപ്ഷൻസ്, അതായത് പെട്ടെന്ന് എക്സ്പയർ ആവുന്ന ഒരു ഓപ്ഷൻസ് സെല്ല് ചെയ്യുക, കുറച്ച് ദൂരെ ഉള്ള ഒരു എക്സ്പയറേഷൻ ഉള്ള ഒരു ഓപ്ഷൻസ് ബൈ ചെയ്യുക, സെയിം ക്വാണ്ടിറ്റിയിൽ ചെയ്യണം. അപ്പോൾ ഇതിനെയാണ് നമ്മുടെ പുട്ട് കാലണ്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പുട്ട് ഓപ്ഷൻസിലാണ് ചെയ്യുന്നത്, ഡിഫറെന്റ് എക്സ്പയറീസിലാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇത് പുട്ട് കാലണ്ടർ സ്പ്രെഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ കാണിച്ചിരുന്ന എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നിഫ്റ്റി 25th, അതായത് മന്ത്ലി എക്സ്പയറി. ഈ രണ്ടും ഫെബ്രുവരിയും മാർച്ചിലും എടുത്തിരിക്കുന്ന കോൺട്രാക്ട് മന്ത്ലി കോൺട്രാക്ട് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വീക്കിലിയിൽ ട്രൈ ചെയ്ത് നോക്കാം, പക്ഷെ മന്ത്ലിയാണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ 25th ഫെബ്രുവരി 14,700 പുട്ട് ഓപ്ഷൻ ആണ് ഫെബ്രുവരിയിൽ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മാർച്ചിലും സെയിം സ്ട്രൈക്ക് ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഞാൻ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫെബ്രുവരി മന്ത് ആണ് ഷോർട്ടഡ് മന്ത്, അതായത് അതിൽ ഇനിയും ഓൾമോസ്റ്റ് ഒരു 30 days എക്സ്പിറേഷൻ മാത്രമേ ഉള്ളൂ 25th ഫെബ്രുവരി, അല്ലെങ്കിൽ 20 days എക്സ്പിറേഷൻ. ഓക്കെ, ഷോർട്ടർ എക്സ്പിറേഷൻ ആണ്. പക്ഷെ മാർച്ചിന് ഇന്നും ഒരുപാട് സമയമുണ്ട് ഓപ്ഷൻ എക്സ്പയർ ആവാനായിട്ട്. ഓക്കെ, അതിന്റെ മന്ത്ലി എക്സ്പയറി വരാനായിട്ട് ഇന്നും ഫെബ്രുവരിനേക്കാളും കൂടുതൽ ദിവസങ്ങളുണ്ട്. അപ്പൊ അത് ലോങ് ഡേറ്റഡ് ഓപ്ഷൻ ആണ്. അപ്പൊ നമ്മളിവിടെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫെബ്രുവരി മന്തിലുള്ള ഒരു പുട്ട് ഓപ്ഷൻസ് സെല്ല് ചെയ്യുക, മാർച്ച് മന്തിലുള്ള ഒരു പുട്ട് ഓപ്ഷൻസ് ബൈ ചെയ്യുക, ഈക്വൽ ക്വാണ്ടിറ്റിയിൽ ബൈ ചെയ്യണം. അത് 1 ലോട്ട് ആണെങ്കിലും ശരി, 10 ലോട്ട് ആണെങ്കിലും ഈക്വൽ ക്വാണ്ടിറ്റിയിൽ നമ്മൾ ചെയ്യണം. അപ്പൊ അതിനെയാണ് നമ്മൾ പുട്ട് കാലണ്ടർ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഓക്കെ, ഇതിങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലത്തെയാണ് ഒരു പേ ഓഫ് ഡയഗ്രാം കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ 10 ലോട്ടിന്റെ 14,700 പുട്ട് ഓപ്ഷൻ, ഫെബ്രുവരിയുടെ പുട്ട് ഓപ്ഷൻസ് 10 ലോട്ട് സെല് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ മാർച്ചിലെ 10 ലോട്ട് അതേ സെയിം സ്ട്രൈക്കിൽ ബൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ ബൈ ചെയ്തിട്ട് മാർക്കറ്റ് താഴേക്ക് പോകുന്നുണ്ടെങ്കിൽ, സേ ലൈക്ക് യു ഹാവ് എ ലിമിറ്റ്, നമുക്കൊരു ബ്രേക്ക് ഇവൺ പോയിന്റ് ഉണ്ട്.
ഓക്കെ, നമ്മുടെ ഈ ട്രേഡ് എടുത്തിരിക്കുന്നത് വെൻ മാർക്കറ്റ്സ് വെൻ ട്രേഡിംഗ് അറ്റ് 14,700, അതായത് 14,700 അടുത്ത്, അതായത് ഈ എക്സ്പയറി ഡേയിൽ വന്ന ഫോൾ വരുന്നതിന് മുമ്പ്, അതായത് എക്സ്പയറി ഡേയിൽ മാർക്കറ്റ് നല്ല രീതിക്ക് താഴേക്ക് വന്നു ലാസ്റ്റ് വീക്കിലെ എക്സ്പയറി. ഓക്കെ, അപ്പൊ അന്ന് രാവിലെയാണ് ഈ ട്രേഡ് നിങ്ങൾ എടുത്തത്. ഓക്കെ, സോ ആ സമയത്ത് മാർക്കറ്റ് 14,700 ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ 14,700 പുട്ട് ഞങ്ങൾ സെല് ചെയ്തു, അതുപോലെ തന്നെ 14,700 പുട്ട് ബൈ ചെയ്തു. ഒക്കെ ബൈ ചെയ്തതിനു ശേഷം മാർക്കറ്റ് നല്ലോണം താഴേക്ക് വന്നു. അപ്പോ മാർക്കറ്റ് താഴേക്ക് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, മാർക്കറ്റ് താഴേക്ക് വരുന്ന സമയത്ത് വോളറ്റിലിറ്റി എക്സ്പ്ലഷൻ ഉണ്ടാവും. അപ്പോൾ ഇന്ത്യ വിക്സ് നല്ലോണം റൈസ് ആയിട്ടുണ്ട്. ആ സമയത്ത് ഈ സ്ട്രാറ്റജി പ്രോഫിറ്റബിൾ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, പിന്നെ ഇതിൽ വേറൊരു പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റി വരുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ലോങ് ഡേറ്റഡ് ഓപ്ഷൻസ് നമ്മുടെ നോക്കുമ്പോഴത്തേക്കും ലൈക്ക് മാർച്ചില് 14,700 പുട്ട് ഓപ്ഷൻ നമ്മൾ നോക്കുമ്പോഴത്തേക്കും അതിൽ ചെറിയൊരു ആസ്ക് ബിഡിന്റെ ഡിഫറൻസ് ഉണ്ട്. അതായത് സ്ലിപ്പേജ് വരാനുള്ള പ്രോബിലിറ്റി കൂടുതലായിട്ട് ഉണ്ടാവും. കാരണം അന്ന് ട്രേഡ് ചെയ്യുന്ന സമയത്ത് ലൈക്ക് ഒരു 3 രൂപ ഡിഫറൻസ് ഉണ്ടായിരുന്നു. അതായത് ബിഡിനും ആസ്കിനും ലൈക്ക് 3 rupees ഡിഫറൻസ് വാസ് ദർ. ഓക്കെ, അപ്പോ ലൈക്ക് ഇത് റിസോൾവ് ആവാൻ വേണ്ടിയിട്ട്, അതായത് ഈ ബിഡാസ്കിന്റെ ആ ഡിഫറൻസ് കുറഞ്ഞ് നോർമൽ നമ്മുടെ ഈ വീക്കിലിയിലൊക്കെ വരുന്ന പോലത്തെ നോർമൽ ബിഡാസ്ക് ആ സ്പ്രെഡ് വരാനുള്ള ഒരു ടൈം എടുക്കും. കാരണം ഇത് ലോങ് ഡേറ്റഡ് ഓപ്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യുക, മാർക്കറ്റ് ഓർഡർ അടിച്ച് വാങ്ങാൻ ശ്രമിക്കരുത്, ലിമിറ്റ് ഓർഡർ യൂസ് ചെയ്ത് വാങ്ങാൻ ശ്രമിക്കണം. ഓക്കെ, സാധാരണ ആൾക്കാർ പെട്ടെന്ന് ചാടിക്കയറി ട്രേഡിംഗ് സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ചാടിക്കയറി ചെന്ന് ഓരോന്ന് മാർക്കറ്റ് ഓർഡറിൽ അടിക്കും. അങ്ങനെ മാർക്കറ്റ് ഓർഡർ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 രൂപ നഷ്ടപ്പെടും പെർ ലോട്ട്. അപ്പൊ പെർ ലോട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ 10 ലോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വേസ്റ്റ് ആയിട്ട് കുറെ പോയിന്റ്സ് പോകും. ഓക്കെ, അപ്പൊ ഒരിക്കലും മാർക്കറ്റ് ഓർഡർ അടിക്കരുത്. ആസ്ക് ബിഡ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും 3 rupees ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ലിമിറ്റ് ഓർഡർ ഇട്ട് വേണം നമുക്കത് ബൈ ചെയ്യാനായിട്ട്. ഓക്കെ, അതുപോലെ ഇതിൽ നമുക്ക് മാർജിൻ ബെനിഫിറ്റ്, അതായത് ഈ സ്ട്രാറ്റജി റിസ്ക് ഡിഫൈൻഡ് സ്ട്രാറ്റജി ആണ്. അപ്പൊ അതുകൊണ്ട് മാർജിൻ ബെനിഫിറ്റ് ഉണ്ട് ഇതിൽ. അപ്പം നമുക്ക് മാർജിൻ ബെനിഫിറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഈ ലോങ് ഓപ്ഷൻ ബൈ ചെയ്യണം, എന്നിട്ട് ഷോർട്ട് ചെയ്യണം. ഷോർട്ട് ചെയ്യുന്നത് എന്താ പറയുക, ഡിഫൈൻഡ് റിസ്ക് ആണ്. നമുക്ക് റിസ്ക് എത്ര എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു ഓപ്ഷൻ നിങ്ങൾ സെല്ല് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, അത് കോൾ ആണെന്നെങ്കിലും ശരി, പുട്ടാണെങ്കിലും ശരി, നിങ്ങൾ 100 രൂപയ്ക്ക് ഒരു ഓപ്ഷൻ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മാക്സിമം റിവാർഡ് എന്നുള്ളത് 100 പോയിന്റ് ആണ്. പക്ഷെ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് മാർക്കറ്റ് മൂവ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഓപ്ഷൻ 100 രൂപയ്ക്ക് സെല്ല് ചെയ്ത ഓപ്ഷൻ ഏതുവരെ പോകാം എന്നുള്ളതിന് ലിമിറ്റ് ഇല്ല. പക്ഷെ ഈ 100 രൂപ ഓപ്ഷന് താഴേക്ക് പോകാനുള്ള ലിമിറ്റ് ഉണ്ട്, 0 ആണ്, 0.05 പൈസ. അതിന്റെ താഴേക്ക് ഇത് പോകത്തില്ല. അതുപോലെ ഇത് തിരിച്ച് നേരെ പോവാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ഗോ ടു എനി ലെവൽ. ഓക്കെ, സ്കൈ ഈസ് ദ ലിമിറ്റ്. അപ്പൊ അതുകൊണ്ടാണ് ഷോർട്ട് ഓപ്ഷൻസ് നേക്കഡ് ആയിട്ട് ചെയ്യുമ്പോൾ റിസ്ക് കൂടുതൽ. അപ്പൊ നമ്മുടെ ആദ്യമായിട്ട് നമ്മുടെ ടെർമിനലിൽ പോയിട്ട് ലോഗിൻ ചെയ്തിട്ട് നിങ്ങളുടെ നേക്കഡ് ഓപ്ഷൻ ഷോർട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രോക്കറിന് അറിയത്തില്ല നിങ്ങളുടെ ഇനിയൊരു ഓപ്ഷൻ വാങ്ങാൻ പോകുന്നുള്ളത്. അപ്പൊ ഹി വിൽ ചാർജ് യു ഹയർ മാർജിൻസ്. ഞാൻ പറഞ്ഞ പോലെ ഇത് പൊസിഷണൽ ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ്. അപ്പൊ നിങ്ങളുടെ ആദ്യം ചാടിക്കേറി പോയി ഈ പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അഡിക്വേറ്റ് ക്യാപിറ്റൽ ഇല്ലെന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ഉദ്ദേശിച്ച പോലെ ട്രേഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻസ് ബൈ ചെയ്യുക. ഓക്കെ, ഓപ്ഷൻസ് ബൈ ചെയ്തിട്ട് വേറൊരു ഓപ്ഷൻ സെല്ല് ചെയ്യുക. അപ്പോൾ ഈ ഓപ്ഷൻസ് ബൈ ചെയ്തിട്ട് വേറൊരു ഓപ്ഷൻ സെല്ല് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ബ്രോക്കർ, ഓക്കെ, നിങ്ങളുടെ ബ്രോക്കറിന്റെ RMS ഇറ്റ് മനസ്സിലാവും നേരത്തെ ഒരു ഓപ്ഷൻസ് ബൈ ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടി ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഷോർട്ട് പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി മാർജിൻസ് ഫ്ലെക്സിബിൾ ആയിട്ട് വരും. അപ്പൊ ഇതിന്റെ ടോട്ടൽ 10 ലോട്ടിന്റെ മാർജിൻ ആൾമോസ്റ്റ് 2,73,000 rupees ആണ് ഇവിടെ കാണിക്കുന്നത്. പക്ഷെ ഇത് അപ്രോക്സിമേറ്റ് ഒരു കാൽക്കുലേഷൻ ആണ്. നോർമലി ഇപ്പൊ ഞാൻ ചെയ്തത് എന്റെ ബ്രോക്കർ ചാർജ് ചെയ്തിരിക്കുന്നത് ആൾമോസ്റ്റ് 36,000 പെർ ലോട്ടാണ്. അപ്പൊ ആൾമോസ്റ്റ് ഒരു 3,60,000 രൂപ വരും നിങ്ങളൊരു 10 ലോട്ട് ഇത് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ പേ ഓഫ് ഡയഗ്രാം. ഈ പേ ഓഫ് ഡയഗ്രാം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മളൊരു സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ സ്ട്രാറ്റജി ബ്രേക്ക് ഇവൺ പോയിന്റ് ഏതാണ്, എത്ര മാക്സിമം പ്രോഫിറ്റ് കിട്ടും ഇതിൽ നിന്ന്, എത്ര മാക്സിമം ലോസ് വരും, ഓക്കെ, മാർക്കറ്റ് എവിടെ എക്സ്പയർ ആയാൽ എത്ര പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, അങ്ങനെയുള്ളൊരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഈ പേ ഓഫ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഈ പേ ഓഫ് ഡയഗ്രാം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 ലെവൽസ് കാണുന്നുണ്ട് ബ്രേക്ക് ഈവൻസ് എന്ന് പറഞ്ഞത്. അതായത് 14,152 15,375 ഇതാണ് ആ റേഞ്ച്. ഓക്കെ, അപ്പോൾ ഈ റേഞ്ചിനുള്ളിൽ മാർക്കറ്റ് എക്സ്പയർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, അതായത് ഫെബ്രുവരി എക്സ്പയർ, ഓക്കെ, നമ്മൾ എപ്പോഴും നോക്കേണ്ടത് ഈ ഓപ്ഷന് നമ്മൾ ഈ പൊസിഷൻസ് സ്ക്വയർ ഓഫ് ചെയ്യേണ്ടത് ഫെബ്രുവരി എക്സ്പയറിയിലാണ്. കാരണം ഫെബ്രുവരി എക്സ്പയറി വരുമ്പോഴത്തേക്കും ഈ ഓപ്ഷൻസ് എക്സ്പയർ ആയി പോകും. അപ്പോൾ പിന്നെ നമ്മൾ ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൺലി നേക്കഡ് ഓപ്ഷൻസ് മാത്രം ഹോൾഡ് ചെയ്യും. ഓക്കെ, അപ്പൊ അതിന് ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഓപ്ഷൻസ് ഇല്ല. അപ്പോൾ അത് മാക്സിമം നമ്മൾ ഫെബ്രുവരി എക്സ്പയറിയുടെ അടുത്തെത്തുമ്പോഴത്തേക്കും അല്ലെങ്കിൽ അന്നുകൊണ്ട് ഈ
പൊസിഷൻസ് അൺവൈൻഡ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഒരിക്കലും മാർച്ച് വരെ ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റില്ല. ക്യാരി ഫോർവേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേക്കഡ് പുട്ട് ഓപ്ഷൻസ് ക്യാരി ചെയ്യുന്നത് പോലെയാണ്. കാരണം ഫെബ്രുവരി എടുത്ത ഓപ്ഷന് ഫെബ്രുവരി എക്സ്പയർ ആകുമ്പോഴത്തേക്കും അത് എക്സ്പയർ ആയി പോകും. ഓക്കെ, അപ്പൊ ഈ ട്രേഡിംഗ് സ്ട്രാറ്റജി വാലിഡ് ഫോർ ഓൺലി 25th ഫെബ്രുവരി എക്സ്പയറി. ഓക്കെ, ആ 25th ഫെബ്രുവരി എക്സ്പയറിനുള്ളിൽ മാർക്കറ്റ് ഈ റേഞ്ചിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ യു വിൽ മേക്ക് മണി. ഓക്കെ, അത് ആ ഏത് ലെവൽസിലാണെന്നുള്ളത്. സോ ലൈക്ക് ഈ ലെവൽസിലാണെങ്കിൽ നമുക്ക് 3 പൈസ കിട്ടും. എക്സാക്ട്ലി എന്താ പറയാ 14,700 തന്നെ മാർക്കറ്റ് അവസാനിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം പ്രോഫിറ്റ്, അതായത് ഇതിൽ പറഞ്ഞിരിക്കുന്ന മാക്സിമം പ്രോഫിറ്റ് 1,64,352 രൂപ നമുക്ക് കിട്ടിയിരിക്കും. എക്സാക്ട്ലി 14,700 എക്സ്പയർ ആവുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷെ അതിന്റെ പ്രോബിലിറ്റി വളരെ കുറവാണ്. ഓക്കെ, അപ്പൊ ഈ ട്രേഡിന്റെ മാക്സിമം പ്രോബിലിറ്റി നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. 43.24% ആണ് പ്രോബിലിറ്റി ഓഫ് പ്രോഫിറ്റ്. ഓക്കെ, അപ്പൊ ഒരു 40% പ്രോഫിറ്റബിലിറ്റി ഉള്ള ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ്. ബാക്കിയുള്ളത് നമുക്ക് റിസ്ക് മാനേജ്മെന്റ് ആണ്. റിസ്ക് മാനേജ്മെന്റ് ചെയ്ത് നമുക്ക് ട്രേഡ്സ് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിന്റെ റിസ്ക് റിവാർഡും അതുപോലെ തന്നെ ഇത് മാക്സിമം പ്രോഫിറ്റ് ഇത്രയാണ്, അപ്പൊ മാക്സിമം ലോസ് ഇത്രയാണ്. ഓക്കെ, അപ്പോ മാക്സിമം RR റേഷ്യോ, റിസ്ക് റിവാർഡ് റേഷ്യോ എന്നുള്ളത് 1:1.62. അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ ഒരു മെട്രിക്സ്. ഓക്കെ, അപ്പൊ ഈ ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറയുന്നത് ദ പോയിന്റ് അറ്റ് വിച്ച് യു സ്റ്റാർട്ട് ലൂസിങ് മണി, ദ പോയിന്റ് ബിയോണ്ട് വിച്ച് സ്റ്റാർട്ട് ലൂസിങ് മണി. അപ്പൊ ഇതിന്റെ താഴെ 14,152 താഴെ പോയി കഴിഞ്ഞാൽ വി മേക്ക് ലോസ്. ഓക്കെ, ആ ലോസ് ഇതുവരെ 1 ലക്ഷം വരെ പോവാം മാക്സിമം. ഓക്കെ, അതുപോലെ തന്നെ ഇതിന്റെ മുകളിലേക്ക് 15,375 മുകളിലേക്ക് മാർക്കറ്റ് പോകണമെന്നുണ്ടെങ്കിൽ യു വിൽ സ്റ്റാർട്ട് മേക്കിംഗ് ലോസസ്. ആ ലോസസ് എതുവരെ പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ വിട്ട് കഴിഞ്ഞാൽ ക്യാൻ ഗോ ടു 1 lakh മാക്സിമം. ഓക്കെ, അപ്പൊ ഇതാണ് എന്റെ ഒരു പേ ഓഫ് ഡയഗ്രാം. ഇങ്ങനെയാണ് വരുന്നത്. പക്ഷെ ഇതിൽ നമ്മൾ നോക്കേണ്ട വേറൊരു കാര്യമുണ്ട്. കാരണം ഈ പേ ഓഫ് ഡയഗ്രാം എസ്പെഷ്യലി ഫോർ പുട്ട് കാലണ്ടർ നമ്മൾ ചെയ്യുമ്പോൾ ഓരോ ഓപ്ഷൻസ് സിമുലേഷൻ സോഫ്റ്റ്വെയറിൽ നമ്മളിത് സിമുലേറ്റ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ഡിഫറെന്റ് ബ്രേക്ക് ഇവൻ ലെവൽസ്. കാരണം ഈ ഓപ്ഷൻസ് എന്നുള്ളത് ഡിഫറെന്റ് എക്സ്പയറീസിലുള്ള ഓപ്ഷൻസ് ആണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ വോളറ്റിലിറ്റി ലെവൽസ് വേറെയാണ്, അതുപോലെ തന്നെ മാർച്ചിലുള്ള വോളറ്റിലിറ്റി ലെവൽസ് വേറെയാണ്. അപ്പോൾ ആ വോളറ്റിലിറ്റി ലൈവ് മാർക്കറ്റിൽ ഡിഫറെന്റ് ആയിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. ഓക്കെ, ബിഹേവ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളിൽ ഒരു പേ ഓഫ് കാൽക്കുലേറ്റർ നമുക്ക് എക്സാക്ട് ആയിട്ടുള്ളൊരു എന്താ പറയുക ഒരു ലെവൽസ് നമുക്ക് കാണിക്കത്തില്ല. സേലേക്ക് ഈ സ്ട്രാറ്റജിയിൽ മാക്സിമം ലോസ് എന്ന് കാണിക്കുന്നത് 1 ലക്ഷം രൂപയാണ്. പക്ഷെ 1 ലക്ഷം രൂപ ലോസ് വരാനുള്ള പ്രോബിലിറ്റി വളരെ കുറവാണ്. കാരണം ഈ സ്ട്രാറ്റജിയിൽ റിസ്ക് ഡിഫൈൻ ആണ്. അതായത് നമ്മൾ ഈ ഓപ്ഷന് വിറ്റിരിക്കുന്നത്, അതായത് ഈ ഓപ്ഷൻ സെല് ചെയ്തിരിക്കുന്നത് 330 റുപ്പീസിനാണ് നമ്മൾ സെല് ചെയ്തിരിക്കുന്നത്. ബൈ ചെയ്തിരിക്കുന്നത് എത്രയാണ്? 430. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് എത്രയാണ്? 100 പോയിന്റ്സ്. അപ്പോൾ നമ്മുടെ മാക്സിമം ലോസ് എന്ന് പറയുന്നത് നമ്മുടെ ഡെബിറ്റ് സ്ട്രാറ്റജിയാണ്. ഓക്കെ, അപ്പൊ ഈ സ്ട്രാറ്റജിക്ക് നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ മാർജിൻസ് ആണ്, പ്ലസ് എത്ര എമൗണ്ട് ആണ് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ആവും. ഓക്കെ, ഇത് ക്രെഡിറ്റ് സ്ട്രാറ്റജി അല്ല. ക്രെഡിറ്റ് സ്ട്രാറ്റജി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളൊരു സ്ട്രാറ്റജി ക്രിയേറ്റ് ആകുമ്പോഴത്തേക്കും ആ ക്രെഡിറ്റ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. പക്ഷെ ഇത് നമ്മൾ ഡെബിറ്റ് സ്ട്രാറ്റജിയാണ്. അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ, അക്കൗണ്ടിൽ നിന്ന് പൈസ പോവും, ബ്രോക്കർ ടെർമിലേക്ക് പോകും. ഓക്കെ, അപ്പൊ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ ഡെബിറ്റ് ആവുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഡെബിറ്റ് സ്ട്രാറ്റജി. ഓക്കെ, അപ്പൊ ഇതിൽ 330 രൂപയ്ക്ക് നമ്മളൊരു ഓപ്ഷൻസ് സെല് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിനേക്കാളും വില കൂടിയ ഓപ്ഷൻ, അതായത് 430 രൂപയ്ക്ക് ഒരു ഓപ്ഷൻസ് ബൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡിഫറൻസ് 100 റുപ്പീസ് ആണ് ഓൾമോസ്റ്റ്. അപ്പൊ മാക്സിമം ലോസ് എന്നുള്ളത് 100 റുപ്പീസ് പെർ ലോട്ട്, അതായത് 7,500 രൂപ ഒരു ലോട്ടിലാണ് മാക്സിമം ലോസ്. 10 ലോട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ലോസ് വിൽ ബി 75,000 റുപ്പീസ്. ഓക്കെ, അപ്പൊ അതാണ് എക്സാക്ട്ലി നമുക്ക് വരുന്ന മാക്സിമം ലോസ്. ഓക്കെ, അപ്പൊ അതാ പറഞ്ഞു, ഒരു പേ ഓഫ് കാൽക്കുലേറ്റർ വരുമ്പോഴത്തേക്കും ഇറ്റ് വിൽ ബിഹേവ് ഡിഫറെന്റ്ലി ബേസ്ഡ് ഓൺ ദി വോളറ്റിലിറ്റി. ഓക്കെ, അപ്പൊ ഇതാണ് എക്സാക്ട്ലി വാട്ട് യു മീൻ ബൈ എ പുട്ട് കാലണ്ടർ സ്പ്രെഡ്. എന്നിട്ട് ഇതിന്റെ ബെനിഫിറ്റ്സ് എന്താണ്, ഇതിന്റെ ഡ്രോബാക്സ് എന്താണ്? അപ്പൊ പുട്ട് കാലണ്ടർ സ്പ്രെഡിന്റെ ബെനിഫിറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മന്ത്ലി ഇൻകം സ്ട്രാറ്റജി ആയിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാം. ഓക്കെ, എല്ലാ മന്തും നമുക്കിത് ജനറേറ്റ് ചെയ്യാം. ഓക്കെ, കൈൻഡ് ഓഫ് മന്ത്ലി ഇൻകം സ്ട്രാറ്റജി. പക്ഷെ നമ്മൾ ഇത് ഹൈ വോളറ്റൈൽ മാർക്കറ്റ്സിലായിട്ട് നമുക്ക് എല്ലാ മന്തും ഇത് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള, നമുക്ക് വേറെ ഏതെങ്കിലും ഹൈ പ്രോബിലിറ്റി സ്ട്രാറ്റജീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം. അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ യു ക്യാൻ കണ്ടിന്യൂ ദിസ് ഡൂയിങ് എവറി മന്ത്. ഓക്കെ, ഒരു മന്ത്ലി ഇൻകം സ്ട്രാറ്റജി ആയിട്ട് നമുക്കിത് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഹൈ വോളറ്റിലിറ്റി നമുക്ക് മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡു ദി സ്ട്രാറ്റജി. ഓക്കെ, വേറെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റിസ്ക് ഡിഫൈൻഡ് ആണ്. അപ്പൊ നമുക്ക് ട്രേഡിൽ എൻ്റർ ആകുമ്പോൾ തന്നെ നമുക്കറിയാം നമുക്ക് എത്ര രൂപ നഷ്ടം സംഭവിക്കും എന്നുള്ളത്. അപ്പൊ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 100 പോയിന്റ് ആണ് ആ ഡിഫറൻസ്. ആ 100 പോയിന്റ് നമുക്ക് താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ യു കനോട്ട് എൻ്റർ ദ ട്രേഡ്. നമ്മൾ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യുക. ആ സ്പ്രെഡും ഓപ്ഷൻസിന്റെ പ്രീമിയം ഒക്കെ കുറച്ച് എന്താ പറയുക ഡികെ ആയിട്ട് നമുക്ക് അപ്രോക്സിമേറ്റ്ലി നമ്മളൊരു 50 പോയിന്റ്സ് അല്ലെങ്കിൽ 60 പോയിന്റ്സ് ഡെബിറ്റ് വരുമ്പോൾ നമുക്ക് എൻ്റർ ചെയ്യാം എന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം.
വെയിറ്റ് ചെയ്ത് അത് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റിസ്ക് മാനേജ്മെന്റ് ഓക്കെയാണ്, നമുക്ക് 50 പോയിന്റ് നഷ്ടം സഹിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യം വരുമ്പോൾ മാത്രമേ ട്രേഡ് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ 100 പോയിന്റ്സ് ആണ് നമ്മുടെ റിസ്ക്. അപ്പൊ 100 പോയിന്റ്സ് നമുക്ക് റിസ്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ടേക്ക് ദ ട്രേഡ്. ഓക്കെ, അപ്പൊ ഇത് റിസ്ക് ഡിഫൈൻ സ്ട്രാറ്റജിയാണ്. മാർജിൻസ് വളരെ എഫിഷ്യന്റ് ആണ് ഈ സ്ട്രാറ്റജിക്ക്. ഓക്കെ, ഒരുപാട് ക്യാപിറ്റൽ ആവശ്യമില്ല. യു നീഡ് ഹാവ് എ വെരി ലിമിറ്റഡ് ക്യാപിറ്റൽ ഓഫ് ലൈക്ക് വിത്തിൻ 5 lakhs യു ക്യാൻ ഡു ദിസ്. ഓക്കെ, അപ്പോ ഈ സ്ട്രാറ്റജി ബെനിഫിറ്റ് കിട്ടുന്നത് പെട്ടെന്ന് നമുക്ക് ഈ സ്ട്രാറ്റജിയിൽ പൈസ വരുന്നത് എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ വോളറ്റിലിറ്റി നല്ല രീതിക്ക് എക്സ്പാൻഡ് ആവുമ്പോഴത്തേക്കും, എക്സ്പ്ലോർഡ് ചെയ്യുമ്പോഴത്തേക്കും ഈ സ്ട്രാറ്റജി വിൽ ബ്രിങ് us വെരി ഗുഡ് മണി ഇൻ എ ഷോർട്ടർ പീരീഡ് ഓഫ് ടൈം. ഓക്കെ, അതാണ്. പിന്നെ ഇതിന്റെ വേറൊരു ഡ്രോബാക്സ് ഉണ്ട്. ഓക്കെ, ഡ്രോബാക്സ് എന്നുള്ളത് ഓക്കെ, ഇഫ് ദർ ഈസ് നോ വോളറ്റിലിറ്റി എക്സ്പാൻഷൻ ഹാപ്പനിങ് ഇമ്മീഡിയറ്റ്ലി, നമ്മൾ വിചാരിച്ച പോലെ അത്ര വോളറ്റിലിറ്റി എക്സ്പാൻഷൻ മാർക്കറ്റിൽ സംഭവിച്ചില്ല നമ്മൾ ഈ ട്രേഡിംഗ് സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്തതിനു ശേഷം. അങ്ങനെ എന്തുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ക്ഷമയോടുകൂടി കാത്തിരിക്കേണ്ടതാണ്. ഓക്കെ, വി നീഡ് മോർ പേഷ്യൻസ് ടു മേക്ക് മണി ഇൻ ദി സ്ട്രാറ്റജി. ഓക്കെ, ചിലക്ക് ഇപ്പൊ നമ്മൾ ബഡ്ജറ്റ് വരികയാണ്, മാർക്കറ്റ് ഹൈ വോളറ്റൈൽ ആണ് എന്നുള്ളൊരു ഈവൻ സിറ്റുവേഷൻ, അതായത് ഈവൻ സിനാരിയോയിൽ നമ്മളൊരു ട്രേഡിംഗ് സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, സെയിം പുട്ട് കാലണ്ടർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യു വിൽ മേക്ക് മണി ഫാസ്റ്റർ ബിക്കോസ് വെൻ ദ വോളറ്റിലിറ്റി എക്സ്പ്ലോഷൻ, വോളറ്റിലിറ്റി ഇൻക്രീസ് ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇതിന്ന് കാശ് കിട്ടും. ഓക്കെ, അങ്ങനെ അല്ല എന്നുള്ള സാഹചര്യങ്ങൾ, ലൈക്ക് ഈവന്റ് ഒന്നും ഇല്ലാത്ത മന്ത്, സ്മൂത്ത് മന്ത് അല്ലെങ്കിൽ കോമൺ സ്റ്റഡി മന്ത്, ആ മാസങ്ങളിൽ നിങ്ങൾ ഈ പുട്ട് കാലണ്ടർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് പൈസ കിട്ടണമെന്ന് ആവശ്യമില്ല. ഓക്കെ, ഇറ്റ് വിൽ ടേക്ക് ടൈം എടുത്തിട്ടാണ് നിങ്ങൾക്ക് പൈസ അടക്കാൻ പറ്റും. അപ്പൊ അതാണ് ഒരു ഡ്രോബാക്സ്. കാരണം എല്ലാവർക്കും പെട്ടെന്ന് സ്ട്രാറ്റജി ഇനിഷ്യേറ്റ് ചെയ്തിട്ട് നാളെ രാവിലെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് പൈസ ഉണ്ടാവണം, നമ്മൾ പേ ഔട്ട് എടുക്കണം, എന്നിട്ട് അടുത്ത സ്ട്രാറ്റജി ഇടണം. അപ്പൊ അങ്ങനെ പറ്റത്തില്ല. ഓക്കെ, യു നീഡ് ലോട്ട് ഓഫ് പേഷ്യൻസ് ടു മേക്ക് മണി. പിന്നെ ഈ പൊസിഷൻ, അതായത് പുട്ട് കാലണ്ടർ സ്പ്രെഡ് ഇനിഷ്യേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇംപ്ലൈഡ് വോളറ്റിലിറ്റി ഡ്രോപ്പ് ആവുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, അതായത് ഇംപ്ലൈഡ് വോളറ്റിലിറ്റി നമ്മൾ എടുക്കുന്ന ആ സമയത്തുള്ള ഇംപ്ലൈഡ് വോളറ്റിലിറ്റി നമ്മൾ പൊസിഷൻ എടുത്ത ശേഷം ആ ഇംപ്ലൈഡ് വോളറ്റിലിറ്റി ലെവൽസ് ഡ്രോപ്പ് ആവുകയാണെങ്കിൽ, താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ പൊസിഷൻസിനെ ബാധിക്കും. കാരണം നമ്മൾ എടുത്തിരിക്കുന്ന എക്സ്പെക്ടേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വോളറ്റിലിറ്റി ഈ ലെവൽസിൽ നിന്ന് മുകളിലേക്ക് പോകും എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇത് എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വോളറ്റിലിറ്റി ഡ്രോപ്പ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ നമ്മുടെ പൊസിഷൻസിനെ അത് ബാധിക്കും, നെഗറ്റീവായിട്ട് ബാധിക്കും. ഓക്കെ, പിന്നെ ഇതിൽ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിലുള്ള ഫുൾ ക്യാപിറ്റലും ഈ പുട്ട് കാലണ്ടറിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റില്ല, അതായത് പുട്ട് കാലണ്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, നമുക്ക് കുറച്ച് അഡീഷണൽ സ്പെയർ ക്യാപിറ്റൽ ആവശ്യമുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് ദ ട്രേഡ് ഗോസ് റോങ്, നമ്മുടെ ട്രേഡ് നമ്മൾ വിചാരിച്ച രീതിക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ട്രേഡ് അഡ്ജസ്റ്റ് ചെയ്ത് മാക്സിമം നമ്മുടെ ലോസ് കുറയ്ക്കാൻ ശ്രമിക്കുക. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ബ്രേക്ക് ഈവൻ എക്സിറ്റ് ആവാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഒരു ചെറിയ പ്രോഫിറ്റിൽ എത്താൻ ശ്രമിക്കുക. ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഏതൊരു ഓപ്ഷൻസ് ട്രേഡിംഗ് സ്ട്രാറ്റജി നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യു ഡു നോട്ട് പുട്ട് 100% ഓഫ് യുവർ ക്യാപിറ്റൽ ഇൻ ടു ഇറ്റ്. 100% നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിലുള്ള അവസാനത്തെ 10 പൈസയും കൊണ്ടുപോയി നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, എപ്പോഴും നമ്മുടെ 60% അക്കൗണ്ട് യൂട്ടിലൈസേഷൻ മാത്രമേ നമ്മൾ പാടുള്ളൂ. ഈ 40% ക്യാഷ് നിങ്ങൾ അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടി വെച്ചേക്കാം. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഒരു ഫുൾ ടൈം ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, യു ആർ ഡൂയിങ് എ ഫുൾ ടൈം ട്രേഡിംഗ്, അപ്പൊ ഈ ഓപ്ഷൻസ് ട്രേഡിംഗ് സ്ട്രാറ്റജിയിലൊക്കെ നിങ്ങൾക്ക് 60% ഓഫ് ദി ക്യാപിറ്റൽ, അക്കൗണ്ടിലുള്ള 60% ക്യാപിറ്റൽ നിങ്ങൾക്ക് ഇങ്ങനെ ഓപ്ഷൻസ് റിസ്ക് ഡിഫൈൻഡ് ആയിട്ട് ഒരു മന്ത്ലി ഇൻകം ട്രേഡിംഗ് സ്ട്രാറ്റജി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ബാക്കി 40% ക്യാപിറ്റൽ അക്കൗണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഫ് യു ആർ കംഫർട്ടബിൾ, ഓക്കെ, നിങ്ങളൊരു ഇൻട്രാഡേ ട്രേഡർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ 40% ക്യാപിറ്റൽ യൂസ് ചെയ്ത് നമുക്ക് ഇൻട്രാഡേ ട്രേഡിംഗ്സ് നമുക്ക് ചെയ്യാം. കാരണം ആ ട്രേഡിംഗ് ക്യാപിറ്റൽ, ആ 40% ക്യാപിറ്റൽ നമുക്ക് ഇപ്പോൾ ആവശ്യമില്ല. അറ്റ് ദിസ് മൊമെന്റ് വി ഡോണ്ട് നീഡ് ദാറ്റ്. ഓക്കെ, പക്ഷെ നമ്മൾ ട്രേഡ് എഗെയിൻസ്റ്റ് ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ 40% ക്യാപിറ്റൽ ആവശ്യമാണ്. അപ്പൊ ആ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ 40% ക്യാപിറ്റൽ സെപ്പറേറ്റ് ആയിട്ട് വയ്ക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മളത് യൂസ് ചെയ്യുന്നില്ല എന്നുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഇൻട്രാഡേയിൽ നമുക്ക് ട്രേഡ് ചെയ്തിട്ട് ഇൻട്രാഡേ തന്നെ പൊസിഷൻസ് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ആ 40% ക്യാപിറ്റൽ അവിടെ തന്നെ ഉണ്ടാവും. പിന്നെ വേറൊരു കാര്യം, നിങ്ങളുടെ ഇൻട്രാഡേ ട്രേഡ് ചെയ്ത് ലോസ് വരുവാണെന്നുണ്ടെങ്കിൽ ഈ 40% പോകും. ഓക്കെ, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓക്കെ, സോ 40% ക്യാപിറ്റൽ ഐഡിയലായിട്ട് വെച്ചിട്ട് ബാക്കി ക്യാപിറ്റൽ വെച്ചിട്ട് ട്രേഡ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഉദാഹരണത്തിന് പുട്ട് കാലണ്ടർ പറയുകയാണെന്നുണ്ടെങ്കിൽ പുട്ട് കാലണ്ടറിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു ലോട്ടിന് സെയിൽ 36,000 നിന്ന് 40,000. ഇപ്പൊ സെറോദലാണെങ്കിൽ ഒരു 45,000 ചാർജ് ഫോർ പുട്ട് കാലണ്ടർ 1 lot. 45,000 പുട്ട് കാലണ്ടർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതേപോലെ ഒരു 45,000 എന്ത് ചെയ്യുക, നിങ്ങൾ അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടി മാറ്റി വെക്കുക. സേലേക്ക് നിങ്ങളൊരു 5 lakhs rupees ഉള്ള ഒരു അക്കൗണ്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാക്സിമം യു ക്യാൻ ഡു ഈസ് 2.5 lakhs to 3 lakh.
ഒരു 3 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു പുട്ട് കാലണ്ടർ ചെയ്യാം. അപ്പൊ നിങ്ങളുടെ ബ്രോക്കർ എത്ര മാർജിനാണ് ഒരു ലോട്ടിന് ചാർജ് ചെയ്യാൻ നോക്കുക. ചില 50,000 രൂപയാണ് ഒരു ലോട്ടിന് ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, സെയിലേക്ക് നിങ്ങൾക്ക് ഒരു 3 അല്ലെങ്കിൽ 4 ലോട്ട് ചെയ്യാം. ഓക്കെ, 4 അല്ലെങ്കിൽ 5 ലോട്ട് നിങ്ങൾക്ക് ആ 3 ലക്ഷം രൂപയ്ക്കകത്ത് വരുന്ന ലോട്ട് സൈസുകൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, 3 to 4 lots, 4 to 5 lots you can do. ഓക്കെ, അതേപോലെ എന്താ പറയാ, ഈ നമ്മൾ ഇതിൽ ഇപ്പോൾ ഒരു ലോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ എത്ര ക്യാപിറ്റലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, അതിന്റെ ഒരു എന്താ പറയാ ഓൾമോസ്റ്റ് ഈക്വലന്റ് ആയിട്ടുള്ള ക്യാപിറ്റൽ തന്നെയാണ്, ഈക്വലന്റ് ആയിട്ടുള്ള ഒരു ക്യാപിറ്റൽ തന്നെയാണ് നമുക്ക് അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടി മാറ്റി വെക്കേണ്ടത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇഫ് യു ആർ ഡൂയിങ് എ 5 lakhs അക്കൗണ്ട്, 2.5 ലക്ഷത്തിൽ മുതൽ 3 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് കലണ്ടർ ചെയ്യാം. ബാക്കി ക്യാഷ് 2.5 ലക്ഷം രൂപ നിങ്ങൾക്ക് അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടി മാറ്റി വെക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഓക്കെ, സേ ലൈക്ക് നമ്മൾ ഒരു കലണ്ടർ ഇട്ടു, അതിനുശേഷം മാർക്കറ്റ് നമ്മൾ വിചാരിച്ച രീതിക്ക് തന്നെയാണ് പോകുന്നത്, നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കി, ഫൈൻ. അപ്പൊ ചില ആൾക്കാർക്ക് എന്താ പറയാ വേറൊരു ഡൗട്ട് വരും. കാരണം നമ്മൾ എന്തിനാണ് ഈ 40% ക്യാപിറ്റൽ ഐഡിയലായിട്ട് വെച്ചത്? അതായത് 2.5 ലക്ഷം രൂപയാണ് നമ്മൾ ട്രേഡിൽ ഇട്ടത്, ബാക്കി 2.5 ലക്ഷം രൂപ നമ്മുടെ അക്കൗണ്ടിൽ ഐഡിയലായിട്ട് ഇരിക്കുകയാണ്. ഞാൻ ഇൻട്രാഡേ ട്രേഡ് ചെയ്യാറില്ല, ഞാൻ പൊസിഷൻ ട്രേഡ് ചെയ്യുന്ന ആളാണ്. ഓക്കെ, എനിക്ക് മാർക്കറ്റ് ഫുൾ ടൈം വാച്ച് ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ 2.5 ലക്ഷം രൂപയ്ക്ക് കലണ്ടർ എടുത്തു, ബാക്കി 2.5 ലക്ഷം രൂപ അക്കൗണ്ടിൽ ഫ്രീ ആയിട്ടിരിക്കുകയാണ്. ഈ മാസം ഞാൻ വിചാരിച്ച രീതിക്ക് തന്നെ മാർക്കറ്റ് പോയത്, എനിക്ക് പ്രോഫിറ്റ് കിട്ടി, ഓക്കെ, ഐ എം ഹാപ്പി. പക്ഷെ എനിക്ക് വേറൊരു സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യം ആ 2.5 ലക്ഷം രൂപ അവിടെ വെറുതെ ഇരിക്കുകയല്ല. അപ്പൊ അതും കൂടെ ഞാൻ ഒരു പുട്ട് കലണ്ടർ ഇടുവാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു 30,000 രൂപ അല്ലെങ്കിൽ ഒരു 5 ലക്ഷം രൂപ, ആ 2.5 ലക്ഷം രൂപ ഇട്ടിട്ട് എനിക്കൊരു 30,000 rupees എനിക്ക് ഉണ്ടാക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ, ഞാൻ വീണ്ടും ആ 2.5 ലക്ഷം രൂപ ഇടുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് 60,000 രൂപ ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻസ് നമ്മുടെ മൈൻഡിൽ വരും. ഓക്കെ, പക്ഷെ അത് നമ്മൾ എന്താ പറയുക അവോയ്ഡ് ചെയ്യണം. അങ്ങനെ ഒരു ട്രേഡ് നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മുടെ 30,000 എത്ര കിട്ടുന്നു ഇൻ ടേംസ് ഓഫ് പെർസെന്റേജിൽ അതൊരു നല്ല റിട്ടേൺ ആണ്. 5 lakh rupees നമ്മൾ ചെയ്യും. ഓക്കെ, അപ്പോ ആ 2.5 ലക്ഷം അവിടെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. നമുക്ക് എന്തെങ്കിലും ട്രേഡ് അഗെയിൻസ്റ്റ് ആയിട്ട് പോവാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ അഡ്ജസ്റ്റ് ഇറ്റ്. അല്ല, നിങ്ങൾ മുഴുവൻ ക്യാപിറ്റലും പുട്ട് കാലണ്ടർ കൊണ്ടിട്ട് കഴിഞ്ഞാൽ പുട്ട് കാലണ്ടർ അഗെയിൻസ്റ്റ് ആയിട്ട് പോകുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ക്യാപിറ്റൽ ഇല്ല. അപ്പൊ ആ മാസം നിങ്ങൾ നല്ല ലോസ് ബുക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ ആ ഒരു മാസത്തെ ലോസ് തന്നെ എന്താ പറയാ, നിങ്ങൾ ഒരു 3 to 4 months ഓഫ് പ്രോഫിറ്റ് ആയിരിക്കും ഒരു മാസം നിങ്ങൾ ബുക്ക് ചെയ്യുന്ന ലോസ്. അപ്പൊ അൾട്ടിമേറ്റ്ലി 4-5 months നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്ത് ട്രേഡ് ചെയ്തിട്ട് അവസാനം നിങ്ങൾക്ക് ഒന്നും കിട്ടത്തില്ല. ഓക്കെ, യുവർ ടൈം ഈസ് വേസ്റ്റ് ആൻഡ് യുവർ എനർജി ഈസ് വേസ്റ്റ്. അപ്പൊ ആ 2 ലക്ഷം അവിടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ അഡ്ജസ്റ്റ് യുവർ ട്രേഡ് ആൻഡ് യു ക്യാൻ കം ഔട്ട് ഓഫ് ദിസ് വെരി സ്മോൾ ലോസ് ഓർ വെരി മിനിമം അറ്റ് ബ്രേക്ക് ഈവൻ. നോ ലോസ് നോ പ്രോഫിറ്റ്. ബ്രോക്കറിന് മാത്രം ഒരു 1,000 rupees ബ്രോക്കറേജ് കൊടുത്തു, അത്ര. അതാണെന്നുണ്ടെങ്കിൽ യു ആർ ഹാപ്പി, ബിക്കോസ് കഴിഞ്ഞ 3 മാസങ്ങളിൽ ഞാൻ പ്രോഫിറ്റ് ഉണ്ടാക്കി. എവറി മന്ത് ഐ മേഡ് 30. സോ ഐ മീൻ എ പ്രോഫിറ്റ് ഓഫ് 90,000 rupees. ഈ മാസം എനിക്ക് ഒരു 1,000 രൂപ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ബട്ട് ഓക്കെ, ഫൈൻ. ആ 2.5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് സാധിക്കുള്ളൂ. നിങ്ങളുടെ എല്ലാം കൂടെ എടുത്തിട്ട് ഈ ട്രേഡ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ബുക്ക് ചെയ്ത 90,000 രൂപയ്ക്ക് മുകളിലായിരിക്കും ഈ ഒരു മാസം നിങ്ങൾ ലോസ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഓൾവേസ് കീപ് ഇൻ മൈൻഡ്, എപ്പോഴും നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിലുള്ള ഒരു 60% ക്യാഷ് മാത്രം പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്യുക, 40% ഐഡിയലായിട്ട് വെക്കുക. ആ 40% വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ രീതിക്ക് ഇൻട്രാഡേ ട്രേഡ് ഒക്കെ നിങ്ങൾ ഫുൾ ടൈം ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ ലെറ്റ് ഇറ്റ് ബി ഐഡിയൽ. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് യുവർ സ്ട്രാറ്റജി. നമുക്കിത് റിയൽ ആയിട്ട് ഇത് സിമുലേറ്റ് ചെയ്ത് നോക്കാം, എങ്ങനെയാണ് ഇത് കലണ്ടർ വർക്ക് ആയിട്ടുണ്ടല്ലോ, പ്രീവിയസ് മന്ത്സിൽ എങ്ങനെയാണ് വർക്ക് ആയിട്ടുള്ളത് എന്നുള്ള രീതിക്ക് നമുക്ക് നോക്കാം. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു ദ ഓപ്സ്ട്ര ഓപ്ഷൻ സിമുലേഷൻ സോഫ്റ്റ്വെയർ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഓപ്ഷൻ സിമുലേറ്റർ സോഫ്റ്റ്വെയർ. ഇത് ഫ്രീ സിമുലേറ്റർ ആണ്. ഫ്രീ ആൻഡ് പെയ്ഡ് വേർഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രീ വേർഷൻസ് എടുക്കാം, പെയ്ഡ് വേർഷൻസ് എടുക്കാം. Okay, you can create all your strategies and you can store all your strategies here. Okay, ഇത് ഇപ്പൊ നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്തൊരു കാലണ്ടർ സ്പ്രെഡ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, വി ഹാവ് ഇനിഷ്യേറ്റഡ് ദിസ് ഓൺ എക്സ്പയറി ഡേ. രാവിലെ ആ മാർക്കറ്റ് താഴെ വീഴുന്നതിന് മുമ്പ് തന്നെ ഒരു 15 മിനിറ്റിന് മുമ്പാണ് ഈ സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്തത്. ഈ സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്ത് എക്സാക്ട്ലി ആഫ്റ്റർ 15 minutes ഓഫ് ദിസ് ക്രിയേഷൻ മാർക്കറ്റ് ക്രാഷ് ഡൗൺ. ഓക്കെ, ഞാൻ അത് ഈ പുട്ട് വാങ്ങിച്ചു, എന്നിട്ട് ഈ പുട്ട് ഷോർട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒരു 15 minutes കഴിഞ്ഞ് വന്ന് നോക്കുമ്പോഴത്തേക്ക് മാർക്കറ്റ് കിട്ടി ഇങ്ങനെ താഴേക്ക് പോകും. ഓക്കെ, അതാണ് അന്ന് സംഭവിച്ചത്. അപ്പൊ അന്ന് ആ സ്ട്രാറ്റജി നല്ല പ്രോഫിറ്റ് ആയിരുന്നു. പക്ഷെ ആ പ്രോഫിറ്റ് റിയലൈസ് ചെയ്യാൻ സ്ട്രാറ്റജി ഒരു 20,000 രൂപ പ്രോഫിറ്റ് ആണ് കാണിച്ചിരുന്നത് അന്ന് മാർക്കറ്റ് ക്ലോസ് ആവുന്ന സമയത്ത്. ദ സ്ട്രാറ്റജി വാസ് ഗിവിംഗ് us 16,000 to 20,000 rupees. ഓൾമോസ്റ്റ് ദാറ്റ് ഈസ് അറൌണ്ട് 5%. ഈ 2,73,000 കണക്ക് വെച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ 5 to 6% റിട്ടേൺസ് അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു, അന്ന് ആ ഒരു ക്രാഷിൽ തന്നെ. ഓക്കെ, പക്ഷെ അത് ബുക്ക് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും നമുക്ക് എന്താ പറയാ, ഞാൻ പറഞ്ഞ പോലെ ഈ
ബിഡ് ആസ്ക് ഡിഫറൻസ് ഉണ്ട് ഈ സ്പ്രെഡിൽ. സോ ആ ബുക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇഫ് യു ഡു മാർക്കറ്റ് ഓർഡർ, ആ 16,000 രൂപ പ്രോഫിറ്റ് എന്നുള്ളത് 10,000 രൂപയായിട്ട് കുറയും. കാരണം 3,000 to 4,000 rupees you lose there because of this slippage. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് സ്ട്രാറ്റജി ഇനിഷ്യേറ്റ് ചെയ്തത് ബഡ്ജറ്റിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ബഡ്ജറ്റ് വരുമ്പോഴത്തേക്ക് ഇന്നും മാർക്കറ്റ് ഹൈലി വോളറ്റൈൽ ആവും. ഹൈലി വോളറ്റൈൽ ആകുമ്പോഴത്തേക്ക് എന്താവും, നമ്മുടെ എന്താ പറയാ, നമ്മുടെ പൊസിഷൻസിന് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്താ പറയാ, ഇന്നും കൂടുതൽ പ്രോഫിറ്റ് കിട്ടാനുള്ള ഒരു സാഹചര്യം വരുവാണ്. അപ്പോൾ ആ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ അറ്റ് നൗ യു ക്യാൻ സീ ദർ ഇസ് എ ലോസ് ഓഫ് അറൌണ്ട് 2.98%. ലൈക്ക് 8,000 രൂപ ഇപ്പോൾ ലോസിലാണ് ആ സ്ട്രാറ്റജി നിൽക്കുന്നത്. ഓക്കെ, സോ ലൈക്ക്, അപ്പൊ ഇതാണ് എൻ്റെ ഒരു ബ്രേക്ക് ഇവൻ. ഞാൻ പറഞ്ഞ പോലെ സെയിം സ്ട്രാറ്റജി എക്സാമ്പിൾ കാണിച്ച പോലെ ഇതാണ് എൻ്റെ ഒരു ബ്രേക്ക് ഇവൻ പോയിന്റ്സ്. നമ്മൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ മാർക്കറ്റ് ഇവിടെ ആയിരുന്നു, സേല 14,700 ആ റേഞ്ചിലൊക്കെ നിൽക്കുമ്പോഴത്തേക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. അതിനുശേഷം മാർക്കറ്റ് സേല ഫ്രൈഡേ ഇറ്റ് വാസ് കമ്മിങ് ഡൗൺ, സോറി തേഴ്സ്ഡേ ഇറ്റ് വാസ് കമ്മിങ് ഡൗൺ ആൻഡ് ഫ്രൈഡേ ഓൾസോ ഇറ്റ് വാസ് കമ്മിങ് ഡൗൺ. ഓക്കെ, നമ്മൾ ആൾമോസ്റ്റ് ആ ബ്രേക്ക് ഇവൻ പോയിന്റ് 14,152 ആ റേഞ്ചിലാണ്. ആ ബ്രേക്ക് ഇവൻ പോയിന്റ് റീച്ച് ആവുമ്പോഴത്തേക്കും, ഓക്കെ, ബ്രേക്ക് ഇവൻ പോയിന്റ് താഴെ മാർക്കറ്റ് പോകുന്ന സമയത്തിൽ വി നീഡ് അഡ്ജസ്റ്റ്മെന്റ്. ഓക്കെ, അത് എന്ത് അഡ്ജസ്റ്റ്മെന്റ് ആണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ ഇതിൽ ഓപ്ഷൻസ് ഗ്രീക്സ് ആണ്. ഓക്കെ, ദിസ് ഈസ് എൻ ഓപ്ഷൻ ഗ്രീക്സ്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓവറോൾ നിങ്ങളുടെ പൊസിഷൻസിന്റെ ഡെൽറ്റ എത്രയാണ്, നിങ്ങളുടെ തീറ്റ എത്രയാണ്, നിങ്ങളുടെ വേഗ എത്രയാണ്. ഞാൻ പറഞ്ഞല്ലോ ഇത് ലോങ് വേഗ സ്ട്രാറ്റജിയാണ്. അപ്പൊ നിങ്ങളുടെ വേഗ കൂടുതലാണ്. ഓക്കെ, ദിസ് ഇസ് യുവർ വേഗ. ഓക്കെ, ശരി. അപ്പോ ദിസ് ഈസ് വാട്ട് വി ആർ ട്രൈങ് ടു ഡു, പുട്ട് കലണ്ടേഴ്സ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് റിയൽ മാർക്കറ്റിൽ എങ്ങനെ വർക്ക് ആവുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ വിൽ ടേക്ക് ദിസ് ഈസ് ദ നിഫ്റ്റി ചാർട്ട്. ഓക്കെ, അപ്പോൾ ഇത് വന്നിട്ട് നിഫ്റ്റിയുടെ ചാർട്ടാണ്, ഡെയിലി ചാർട്ട്. ഓക്കെ, അപ്പോൾ ഡെയിലി ചാർട്ടില് സേ ലൈക്ക് ഈ മാസം, അതായത് what is this month? Yeah, this is നവംബർ. ഓക്കെ, അപ്പൊ നവംബറിൽ ഈ മാർക്കറ്റ് നല്ല രീതിക്ക് മുകളിലേക്ക് പോയിക്കൊണ്ടിരുന്ന സമയമാണ് നവംബർ 2020. ഓക്കെ, 3/11/2020 മാർക്കറ്റ്സ് ആർ ഗോയിങ് അപ്പ്. മാർക്കറ്റ് മുകളിലേക്ക് പോവാൻ. അപ്പം അങ്ങനെ ഒരു മാർക്കറ്റ് മുകളിലേക്ക് പോവോ താഴേക്ക് പോകുന്നു നമുക്ക് അറിയത്തില്ല. ഓക്കെ, മാർക്കറ്റ് ഇവിടെ നിൽക്കുന്ന സമയത്ത് സെലക്ട് മാർക്കറ്റ് വാസ് ഹിയർ, അല്ലെങ്കിൽ നവംബർ 2-ാം തീയതി ഈ സമയത്ത് നമ്മളൊരു പുട്ട് കലണ്ടർ ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെയാണ് ഈ അപ് ട്രെൻഡ് മാർക്കറ്റിൽ ബിഹേവ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്കിത് ലൈവായിട്ട് സിമുലേറ്റ് ചെയ്ത് കാണിക്കാം. ഓക്കെ, സോ നമ്മൾ ട്രേഡിംഗ് സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് 2-ാം തീയതി രാവിലെ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോഴത്തേക്കും. സോ ഗോ ടു ദിസ് ടൂൾ. അപ്പൊ ഈ ഓപ്ഷൻ സിമുലേറ്റർ സോഫ്റ്റ്വെയറിൽ നമുക്ക് ഓപ്ഷൻസ് ബാക്ക് ടെസ്റ്റിംഗ് ചെയ്ത് നോക്കാൻ പറ്റും. ഓക്കെ, ബാക്ക് ടെസ്റ്റിംഗ് ഓപ്ഷൻസ് ബാക്ക് ടെസ്റ്റിംഗ് എന്നുള്ള ഇതുണ്ട്. ഒരു പെയ്ഡ് വേർഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗെറ്റ് ഓൾ ദീസ് ഫീച്ചേഴ്സ്. സോ ലെറ്റ്സ് ഗോ ടു ഓപ്ഷൻ സിമുലേറ്റർ. ഈ ഓപ്ഷൻ സിമുലേറ്ററിൽ പോയിട്ട് നമ്മുടെ ഉദ്ദേശിക്കുന്ന സ്ട്രാറ്റജി, അതായത് പുട്ട് കലണ്ടർ ആണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഡേറ്റ്, അതായത് നമ്മൾ ഏത് എക്സ്പയറിയിലാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ നിൽക്കുന്നത് നവംബർ മന്ത് ആണ്. അപ്പൊ നമ്മൾ ആദ്യം പേ ഓഫ് എടുക്കേണ്ടത് നവംബർ മന്തിലുള്ള പേ ഓഫ് ആണ് എടുക്കേണ്ടത്. നവംബർ 26 എക്സ്പയറിയിലാണ് നമ്മൾ പേ ഓഫ് റിയലൈസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ഏത് ഡേറ്റിലാണ് ട്രേഡ് എടുക്കുന്നത്, അത് നമ്മൾ നവംബർ 1 അല്ലെങ്കിൽ നവംബർ 2 ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ എക്സ്പയറി ഏത് എക്സ്പയറി ആണ് നമ്മൾ ചെയ്യുന്നത്, അതേ എക്സ്പയറി തന്നെയാണ് 26/11. അപ്പോ നമ്മൾ ചെയ്യുന്നത് 26 നവംബർ. ഓക്കെ, ഈ എക്സ്പയറിയിൽ രാവിലെ സെലക്ട് മാർക്കറ്റ് ഒന്ന് ഓപ്പൺ ആയതിനു ശേഷം somewhere around 9:20 9:30 വെക്കാം. ഓക്കെ, somewhere around 9:30 ആ ടൈമില് നമ്മുടെ എന്താ പറയുക, നമ്മുടെ സ്പോട്ട് എന്നുള്ളത് 11,603.95, ഫ്യൂച്ചേഴ്സ് 11,602, somewhere around IV 25.81. ഇതൊക്കെയാണ് ആ ടൈമിൽ ഉണ്ടായ ലെവൽസ്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം നോക്കേണ്ടത് സ്പോട്ട് ഏത് ലെവലിലാണ് നിൽക്കുന്നത്. അപ്പൊ 11,600 വളരെ ക്ലോസിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്യാൻ പോകുന്നത് 11,600 പുട്ട് കാലണ്ടേഴ്സ് ആണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഗെറ്റ് ഓപ്ഷൻ ചെയിൻ എന്നുള്ള ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും 9/30 2-ാം തീയതി 26/11 ഉള്ള എക്സ്പയറിയുടെ എന്താണ് ഓപ്ഷൻ ചെയിൻ, ആ ടൈമിൽ എന്താണ് ഓപ്ഷൻ ചെയിൻ അവൈലബിൾ ആയിട്ടുള്ളത് NSEയിൽ, അത് ഇവിടെ ലോഡ് ആവും. ലോഡ് ആകുമ്പോഴത്തേക്ക് നമ്മൾ നേരെ താഴെ പോയിട്ട് ഈ സൈഡിൽ കാണിക്കുന്നത്, അതായത് ലെഫ്റ്റ് സൈഡിൽ കാണിക്കുന്നത് പുട്ട് ഓപ്ഷൻസ് ആണ്, റൈറ്റ് സൈഡിൽ കാണിക്കുന്നത് കോൾ ഓപ്ഷൻസ് ആണ്. ഓക്കെ, അത് നേരെ NSE സൈറ്റിൽ അങ്ങോട്ട് മാറിയിരിക്കുന്നത്. ഓക്കെ, സോ അത് കറക്റ്റ് ആയിട്ട് നോക്കണം. നമ്മളിത് പുട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗോ ടു ദി പുട്ട് സൈഡ്. 11,600 ആണ് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, 11,600. ഓക്കെ, ഇത് നമ്മൾ സെല് ചെയ്യാം.
ഓക്കെ, ബിക്കോസ് യു ആർ യൂസിങ് എ നവംബർ മന്ത് കോൺട്രാക്ട്. ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ലോട്ട് ജസ്റ്റ് സെല്ലിങ് ഇട്ട്, ഓക്കെ, ഇത് സെല് ചെയ്തിട്ടു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഏത് മാസത്തിലാണ് ബൈ ചെയ്തത്, ഫാർ മന്ത് ഓപ്ഷൻസ് ആണ് നമ്മൾ ബൈ ചെയ്യേണ്ടത്. അപ്പൊ 26 നവംബറിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, ഡിസംബറിൽ പോവുക. നവംബറിന്റെ അടുത്ത മന്ത് ഡിസംബർ അല്ലേ, അപ്പൊ ഡിസംബറിന്റെ മന്ത്ലി എക്സ്പയറി, ദാറ്റ് ഈസ് 24th ഡിസംബർ ആണ് നമ്മൾ, സോറി 31st ഡിസംബർ. ഓക്കെ, മന്ത്ലി എക്സ്പയറി 31st ഡിസംബർ ആണ് അവസാനത്തെ എക്സ്പയറി. അപ്പൊ അത് 5 എക്സ്പയറീസ് ഉണ്ടെന്ന് തോന്നുന്നു ആ മാസം. ഓക്കെ, സോ 31st ഡിസംബർ 2020 ആ എക്സ്പയറി സെലക്ട് ചെയ്തിട്ട് ഓപ്ഷൻ ചെയിൻ കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്ത് ഓപ്ഷൻ ചെയിൻ ആണ് ലോഡ് ആവുക, 2-ാം തീയതി നവംബർ മാസം 9:30 മണിക്ക് ഈ ഡിസംബർ എക്സ്പയറിയുടെ ഓപ്ഷൻ ചെയിൻ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. എന്നിട്ട് ഡിസംബർ മാസം എക്സ്പയറിയിൽ പോയിട്ട് സെലക്ട് 11,600 പുട്ട് ഓപ്ഷൻസ് നമ്മൾ എന്ത് ചെയ്യണം, ബൈ ചെയ്യണം ഒരു ലോട്ട്. ഓക്കെ, സോറി, ഞാൻ ഇവിടെ രണ്ടും ബൈ കൊടുത്തിട്ടുണ്ട്. മോഡിഫൈ, സോറി, ഡിസംബർ ഈസ് ലോങ് ആൻഡ് നവംബർ ഷുഡ് ബി ഷോർട്ട്. സോറി, നവംബർ ഷോർട്ട് ചെയ്യണം, ഞാനത് ബൈ കൊടുത്തിട്ടുണ്ട്. സോറി, നവംബർ 26th November 9:30 get option chain 11,600 you have to short, 11,600 you have to sell. Okay, ഇത് സെൽ ചെയ്യണം, കറക്റ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് പുട്ട് കാലണ്ടർ. സോ മാർക്കറ്റ് ഈസ് അറ്റ് 11,600. നവംബർ മന്തിലെ ട്രേഡ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ 2-ാം തീയതി നവംബറിൽ നമ്മൾ ട്രേഡ് എടുത്തു. അത് 11,600 പുട്ട് ഷോർട്ട് ചെയ്തിട്ടുണ്ട് നവംബർ മാസത്തില്. അതുപോലെ സെയിം സ്ട്രൈക്ക് ഡിസംബർ മാസത്തിൽ, അതായത് അതിന്റെ അടുത്ത മാസത്തിലുള്ള ഒരു പുട്ട് നമ്മൾ ബൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 87 to 88 പോയിന്റ്സ് ആണ്. ഒരു ഓൾമോസ്റ്റ് ഒരു 300 rupees നമ്മൾ സെൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 390 rupees, അതായത് 387 somewhere around we bought it. So almost a difference of 87 to 90 points, something like that. അപ്പൊ അതാണ് നമ്മുടെ മാക്സിമം റിസ്ക്, ഈ ട്രേഡിലുള്ള മാക്സിമം റിസ്ക് അതാണ്. അപ്പൊ ഇതുപോലെ ട്രേഡിലുള്ള ബ്രേക്ക് ഈവൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 11,076 to 12,316. അതായത് ഈ റേഞ്ച്, ഇപ്പൊ മാർക്കറ്റ് നിൽക്കുന്ന റേഞ്ചിൽ നിന്ന് സെലക്ട് ഇവിടെ നമ്മൾ കർസർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം 4% നമുക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട് ഡൗൺ സൈഡിൽ. അതുപോലെ അപ്പ് സൈഡിലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 5.92% പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട് കറന്റ് ലെവൽസിൽ. അപ്പൊ ഈ ലെവൽസ് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ദിവസം ഈ ലെവൽസിൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അന്നേ ദിവസം മാത്രമേ നമുക്ക് ഇതിന് അഡ്ജസ്റ്റ്മെന്റ് ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ചാർട്ട് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെലക്ട് 3rd ഡിസംബർ, ഓക്കെ, 2nd ഡിസംബറിൽ നമ്മൾ ഈ ട്രേഡ് എടുക്കുവാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ബ്രേക്ക് ഈവൺ എന്നുള്ളത് സെലക്ട് 12,316. അപ്പൊ അതുവരെ നമുക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സെലക്ട് ലെറ്റ് സി, അല്ലെങ്കിൽ താഴത്തെ ലെവൽസ് 11,776 ഈ ലെവൽസിൽ മാർക്കറ്റ് ബ്രീച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഈവൺ ഇൻ ഇൻട്രാഡേ ബേസിസ്, ക്ലോസിംഗ് ബേസിസിലല്ല, ഇൻട്രാഡേ ബേസിസിൽ ബ്രീച്ച് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടതാണ്. അപ്പൊ നമുക്ക് നോക്കാം. സെലക്ട് ഞാൻ എടുത്തിരിക്കുന്ന മന്ത് എന്നുള്ളത് ഒരു അപ് ട്രെൻഡിങ് മന്ത് ആണ്. ഓക്കെ, അപ്പൊ ആ മന്തിൽ എപ്പോഴാണ് 12,316 ബ്രേക്ക് ആവുമെന്ന് നോക്കാം. സെലക്ട് മാർക്കറ്റ്സ് വാസ് ഹിയർ വെൻ യു ആർ ഇനിഷ്യേറ്റിംഗ് ദ ട്രേഡ്. എന്നിട്ട് മാർക്കറ്റ് അന്നത്തെ ദിവസം ലോ പോയത് 11,557, കാര്യമായിട്ടൊന്നും ഉണ്ടാവത്തില്ല അന്ന്. അപ്പൊ 12,316 ആ ലെവൽസ്, ഓക്കെ, 12,316 എന്ന് പോയതെന്ന് നമുക്ക് നോക്കാം. 12,000 സെലക്ട് ദിസ് ഡേ 9/11. ഓക്കെ, ഇതിന്റെ ഹൈ വന്നിരിക്കുന്നത് 12,000, ഇവിടെ ഹൈ നമുക്ക് കാണാൻ പറ്റും. അപ്പോ 9th ഒരു ഗ്യാപ്പ് അപ്പ് ആയിരുന്നു. അപ്പൊ 9th നവംബറിലെ നമ്മുടെ ബ്രേക്ക് ഇവൻ പോയിന്റ് ബ്രീച്ച് ആവുകയാണ്, അല്ലെങ്കിൽ 6th നവംബറിലും ഓൾമോസ്റ്റ് വെരി ക്ലോസ് ടു അവർ ലെവൽ. അപ്പൊ 9th ഗ്യാപ്പ് അപ്പ് ആണ്. അപ്പൊ 9th വരെ നമുക്കിത് റൺ ചെയ്ത് നോക്കാം. ടിൽ സെലക്ട് ടിൽ 6th നവംബർ എന്ത് പ്രോഫിറ്റ് ആണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഇത് നമുക്ക് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് യു ക്യാൻ ഡു ഇറ്റ് ബൈ 15 minutes, 30 minutes, 1 day. നമുക്കിത് ഇപ്പം കാര്യമായിട്ടൊന്നും മൂവ്മെന്റ്സ് ഉണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് 1 day വെച്ചിട്ട് നമുക്ക് റൺ ചെയ്യാം അണ്ടിൽ 6th നവംബർ EOD. ഓക്കെ, 4th നവംബർ, 5th നവംബർ, കാരണം മാർക്കറ്റ് മേളിലേക്ക് പോവാണ്. സോ ദിസ് ഈസ് ഗെറ്റിംഗ് ക്ലോസർ ടു അവർ ബ്രേക്ക് ഈവൻ. ഓക്കെ, 5th നവംബർ ആയി, എന്നിട്ട് 6th നവംബർ. ഓക്കെ, 6th നവംബർ 9:30 ഐ തിങ്ക് ഇറ്റ് ഈസ് വെരി ക്ലോസ് ടു അവർ ബ്രേക്ക് ഈവൻ. അതാ ഞാൻ പറഞ്ഞല്ലോ, ഈ ബ്രേക്ക് ഈവൻ ഇപ്പൊ മാറി കാണിക്കുന്നത്. സെലക്ട് നമ്മൾ നേരത്തെ നോക്കുമ്പോൾ സെലക്ട് ഇറ്റ് വാസ് അറൌണ്ട് 12,315 അങ്ങനെ കാണിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഈ അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രേക്ക് ഈവൺ ബ്രീച്ച് ആവാൻ പോവാണ്. ഓക്കെ, അതാ ഞാൻ പറഞ്ഞത്, ഓരോ ഓപ്ഷൻ കാൽക്കുലേറ്റർ നമ്മൾ ഇടുമ്പോഴത്തേക്കും ഇതൊരു അപ്രോക്സിമേറ്റ് ലെവലാണ്, ഫോർ എസ്പെഷ്യലി ഫോർ പുട്ട് കാലണ്ടേഴ്സ്. കാരണം ഓരോ എക്സ്പയറിയിലും IVs-ന്റെ വ്യത്യാസം വരും. അത് ലൈവ് മാർക്കറ്റിലും വളരെ വ്യത്യാസങ്ങളുണ്ട്. കറന്റ് മന്ത് ഓപ്ഷൻസിന്റെ IVs-ലും അടുത്ത മാസത്തെ ഓപ്ഷൻസ് IVs-ലും വരുന്ന ഡിഫറൻസ് കാരണമാണ് നമുക്ക് ഈ
പേ ഓഫ് ഗ്രാഫിൽ എക്സാക്ട് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല ഇതാണ് ബ്രേക്ക് ഇവൻ പോയിന്റ് എന്നുള്ളത്. ഒരു അപ്രോക്സിമേഷൻ ആണ് നമുക്ക് പറയാൻ പറ്റുന്നത്. കാരണം നമ്മളിത് ബാക്കിലോട്ട് സിമുലേറ്റ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോ ബാക്ക് ടു അവർ ഒറിജിനൽ ട്രേഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സി ലൈക്ക് 12,316 ആണ് കാണിക്കുന്നത് ബ്രേക്ക് ഇവൻ. പക്ഷെ നമ്മളിത് റൺ ചെയ്യുമ്പോഴത്തേക്കും ആ ലെവൽസ് കുറച്ച് മാറുവാണ്. സി ലൈക്ക് ഇറ്റ് ഈസ് ഷോയിങ് 12,302. നെക്സ്റ്റ് ഡേ ഇറ്റ് ഷോയിങ് 12,259. ഓക്കെ, സോ നമ്മളിത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേ ഓഫ് ഡയഗ്രാം നോക്കുക. ഓക്കെ, വെൻ ഇറ്റ് ഇസ് കമ്മിങ് വെരി ക്ലോസ് ടു അവർ ലെവൽസ് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് തുടങ്ങുക. ഓക്കെ, ദാറ്റ് ഈസ് വൺ കണ്ടീഷൻ. സെക്കൻഡ് കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇത് മാർക്കറ്റ് മേളിലേക്ക് പോവാണ്. സേ ലൈക്ക് 4th November ദ മാർക്കറ്റ് വാസ് ഗോയിങ് അപ്പ്, റൈറ്റ്? സോ മാർക്കറ്റ് മുകളിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് എന്താവും, നമ്മുടെ ഷോർട്ട് ചെയ്തിരിക്കുന്ന ഓപ്ഷൻസ്, അതായത് നമ്മുടെ 387 രൂപയ്ക്കാണ് ഇത് സെല് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ കറന്റ് പ്രൈസ് എന്നുള്ളത് സേ ലൈക്ക് ഇഫ് യു ഗോ ടു ദ P&L സെക്ഷൻ നമുക്ക് കറന്റ് പ്രൈസ് അറിയാൻ പറ്റും. അപ്പൊ 11,600 പുട്ട് നമ്മൾ സെല് ചെയ്തത് സെലക്ട് 299 റുപ്പീസിനാണ് നമ്മൾ സെല് ചെയ്തിട്ടുള്ളത്. നൗ ഇറ്റ് ഈസ് അറൌണ്ട് 160 റുപ്പീസ്. ഓക്കെ, അപ്പൊ നമുക്ക് കാര്യമായിട്ട് പ്രോഫിറ്റ് ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ ഈ ഓപ്ഷൻ പ്രോഫിറ്റിലാണ്, ഈ ഓപ്ഷൻ ലോസ് ആണ്, ഓൾമോസ്റ്റ് കോസ്റ്റ് ടു കോസ്റ്റിലാണ് നിൽക്കുന്നത്. അപ്പൊ ഈ ഓപ്ഷൻസ് എന്താ പറയാ, നമ്മൾ ഒന്ന് ബ്രേക്ക് ഇവന്റെ അടുത്തെത്തുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മേളിലേക്ക് പോകുന്ന സമയത്ത് ഈ ഓപ്ഷൻസ് ഡി കെ ആവും. ലൈക്ക് 100 രൂപയ്ക്ക് വിറ്റ സാധനം ഒരു 50% ഡി കെ, ഓക്കെ, ഒരു 150 രൂപ അല്ലെങ്കിൽ 140 രൂപ വരുന്ന സമയത്ത് നമുക്ക് ഇത് റോളപ്പ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ബ്രേക്ക് ഇവൻ പോയിന്റ് അടുത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് റോളപ്പ് ചെയ്യാം. സെലക്ട് റൺ വൺ മോർ ഡേ. ഓക്കെ, സോ 5-ാം തീയതി രാവിലെ ഞാൻ നോക്കുമ്പോഴത്തേക്കും എന്റെ ബ്രേക്ക് ഇവൻ കാണിക്കുന്നത് 12,208 ആണ്. അപ്പൊ മാർക്കറ്റ് നിൽക്കുന്നത് 12,054 ആണ്. ഓൾമോസ്റ്റ് വെരി ക്ലോസ് ടു ദ ബ്രേക്ക് ഇവൻ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, എന്റെ ഓപ്ഷൻസിന്റെ പ്രൈസ് നോക്കുന്നു. 299 രൂപയ്ക്ക് ഞാൻ സെല് ചെയ്ത സാധനം, 300 രൂപ അടുപ്പിച്ച് സെല് ചെയ്ത സാധനം ഇപ്പൊ ഓൾമോസ്റ്റ് ഒരു 100 റുപ്പീസിന്റെ അടുത്താണ്. അപ്പൊ 200 റുപ്പീസ് എനിക്ക് പ്രോഫിറ്റ് ആണ് ഈ ഓപ്ഷൻസിൽ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഓപ്ഷൻസിന്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. സെലക്ട് ഞാൻ ബുക്ക് ചെയ്യുന്നത് എപ്പോഴാണ്, 12,054 ആ റേഞ്ചിൽ ഞാൻ ഈ ഷോർട്ട് ഓപ്ഷൻസ് ബുക്ക് ചെയ്യും. അപ്പൊ ഇതിന്റെ പ്രോഫിറ്റ് എന്താണ്, 94.95 ആണ് കറന്റ് മാർക്കറ്റ് പ്രൈസ്. സോ വാട്ട് ഐ ഡു ഈസ് ദാറ്റ് ഐ വിൽ ബുക്ക് ഇറ്റ് ഔട്ട്. അപ്പൊ ഇതില് എന്റെ എൻട്രി പ്രൈസ് നമ്മൾ 95 റുപ്പീസ് വെക്കും. സോ 95 റുപ്പീസ് ഐ എം മോഡിഫൈങ് ദ പൊസിഷൻ. പിന്നെ ഈ ഓപ്ഷൻസ് എക്സിറ്റ് ആയി. അപ്പൊ ഈ ലോങ് ഓപ്ഷൻ മാത്രം കയ്യിലുണ്ട്. അപ്പൊ ഇതിനെ ഹെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഓപ്ഷൻ അതായത് 12,054 എന്നുള്ളൊരു സ്ട്രൈക്ക് അതാണ്. അപ്പോൾ മാർക്കറ്റ് ആ സ്പോട്ട് ആ ലെവൽസിലാണ് നിൽക്കുന്നത്. അപ്പൊ 12,000ന്റെ ആ സമയത്ത് ഞാൻ പോയിട്ട് എന്ത് ചെയ്യണം, ഓപ്ഷൻ ചെയിൻ കൊടുക്കണം. അപ്പൊ 12,000ന്റെ പുട്ട് എന്ത് ചെയ്യുന്നു, ഞാൻ വീണ്ടും സെല് ചെയ്യും. സെല് 12,000ന്റെ പുട്ട്. ഓക്കെ, സെയിം ക്വാണ്ടിറ്റി തന്നെയാണ്. ഒരു ലോട്ട് ആണെന്നെങ്കിൽ ഒരു ലോട്ട് ഞാൻ അദ്യമണിയിലുള്ള ഒരു പുട്ട് സെല് ചെയ്യും. ഓക്കെ, ജസ്റ്റ് ആഡഡ് ഹിയർ. ഇത് ചെയ്യുമ്പോൾ നമ്മുടെ പേ ഓഫ് ചാർട്ട് എങ്ങനെ മാറും, സെലക്ട് മൈ പേ ഓഫ് ചാർട്ട് ഈസ് ഫ്ലാറ്റ് ഓൺ ദി അപ്സൈഡ്. അപ്പൊ ഇവിടെ നിന്ന് ഇനി മാർക്കറ്റ് മുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് ലോസ് ഒന്നും തന്നെ ഇല്ല. സോ ഐ എം കംപ്ലീറ്റ്ലി റിസ്ക് ഫ്രീ അപ്സൈഡിൽ. പക്ഷേ ഇത് എഗെയിൻസ്റ്റ് ആയിട്ട് വീണ്ടും ഇത് എഗെയിൻസ്റ്റ് ആയിട്ട് താഴേക്ക് പോവാണെന്നുണ്ടെങ്കിൽ സെലക്ട് എനിക്ക് വീണ്ടും അഡ്ജസ്റ്റ്മെന്റ് ആവശ്യം. ഓക്കെ, അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ആവശ്യമില്ല. അപ്പൊ ഇതിന്റെ ബ്രേക്ക് ഇവൻ നോക്കി കഴിഞ്ഞാൽ എന്റെ ബ്രേക്ക് ഇവൻ എന്നുള്ളത് സെലക്ട് ഇത് ചെയ്തതിന് ശേഷം ഓൾറെഡി 15,000 റുപ്പീസ് പ്രോഫിറ്റ് നമ്മൾ ബുക്ക് ചെയ്തിട്ട് അത് ആ ഓപ്ഷനെ ഷിഫ്റ്റ് ചെയ്ത് ഞാൻ അദ്യമണി കൊണ്ടുവരുവാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്തുമ്പോഴത്തേക്കും നമുക്ക് അഡീഷണൽ ക്യാപിറ്റൽ ആവശ്യമില്ല. കാരണം നമ്മൾ നേരത്തെ ഈ പുട്ട് ഓപ്ഷൻസ് ഷോർട്ട് ചെയ്യുമ്പോഴത്തേക്കും ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ടുണ്ടാവും. നമ്മളത് ബുക്ക് ചെയ്തിട്ടാണ് അടുത്ത പൊസിഷൻസിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു അപ് ട്രെൻഡിങ് മാർക്കറ്റിൽ നമ്മൾ ചെയ്യുന്നത് ഈ പുട്ട്സിനെ റോളപ്പ് ചെയ്യാണ്. റോളപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാർക്കറ്റിന് ക്ലോസർ ആയിട്ടുള്ള ഒരു സ്ട്രൈക്കിലോട്ട് മൂവ് ചെയ്യാണ് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട്. അപ്പൊ ഇവിടെ ഉപയോഗിച്ച ക്യാപിറ്റൽ നമുക്ക് എടുത്ത് ഇത് ഈ ഓപ്ഷൻ ഷോർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. അപ്പൊ ഇതിൽ നമുക്ക് കാര്യമായിട്ട് മാർക്കറ്റ് മേളിലേക്ക് പോകുമ്പോൾ നടത്തുന്ന അഡ്ജസ്റ്റ്മെന്റ്സിന് നമുക്ക് ഫ്രഷ് ക്യാപിറ്റൽ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇത് ചെയ്തിരിക്കുന്ന ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ആണ് ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ നിന്ന് മാർക്കറ്റ് മുകളിലേക്ക് കയറുവാണെന്നുണ്ടെങ്കിൽ ഐ ഡോണ്ട് ഹാവ് എനി ലോസ് അറ്റ് ഓൾ. മാർക്കറ്റ് എവിടെ പോയാലും എനിക്ക് ഒരു ഫിക്സഡ് അതായത് ഒരു സെർട്ടൈൻ ലെവൽ ഓഫ് പ്രോഫിറ്റ് എനിക്ക് കിട്ടും. സെലക്ട് മാർക്കറ്റ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 14,000 പോവുകയാണെന്നുണ്ടെങ്കിൽ വിത്തിൻ നവംബർ എക്സ്പയറി പോവാണെന്നുണ്ടെങ്കിൽ ഐ വിൽ ഗെറ്റ് മാക്സിമം ഓഫ് സംതിങ് ലൈക്ക് ഒരു മിനിമം പ്രോഫിറ്റ് ആയിട്ട് ഒരു 1,700 രൂപ കിട്ടും. അല്ലെങ്കിൽ ഒരു മാക്സിമം പ്രോഫിറ്റ് ആയിട്ട് അതായത് മാർക്കറ്റ് ഇവിടെ നിൽക്കുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു 10,000 രൂപ മാക്സിമം പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, അത് എങ്ങനെ വേണമെങ്കിലും സംഭവിക്കും. സെലക്ട് ലെറ്റ്സ് റൈഡ് ഫോർ അനദർ വൺ മോർ ടിൽ എക്സ്പയറി. അപ്പൊ ടിൽ എക്സ്പയറി വരെ ഇത് ഇങ്ങോട്ട് പോവാണ്, മേളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 13, 14 സെലക്ട് ഓൺ ദിസ് ഡേയ്സ് ലൈക്ക് 17-ാം തീയതിയൊക്കെ നമുക്ക് എങ്ങനെ റിയാക്ട് ചെയ്യുന്നത്. കാരണം 17-ാം തീയതിയാണ് നമുക്കൊരു ഡൗൺ ഡേ വരുന്നത്, അല്ലെങ്കിൽ 14-ാം തീയതിയാണ്. അപ്പൊ അതുവരെ നമുക്ക് ഓട്ടിച്ച് നോക്കാം. റൺ അപ്പ്. ഓക്കെ, നമ്മൾ ടോട്ടൽ പ്രോഫിറ്റ് എന്നുള്ളത് 3,500 റുപ്പീസ് ആയിട്ട് മാറുവാണ്. സോ മാർക്കറ്റ് ഈസ് ഗോയിങ് ഹയർ ആൻഡ് ഹയർ. ഓക്കെ, മാർക്കറ്റ് മേളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഷോർട്ട് ചെയ്ത ഓപ്ഷൻസ് വീണ്ടും 10,000 രൂപ പ്രോഫിറ്റ് ആണ് കിട്ടുന്നത്. അപ്പൊ പേ ഓഫ് ചാർട്ടിൽ പോയി നോക്കുക, പ്രോഫിറ്റ് ടേബിളിൽ നോക്കുക, നമ്മൾ സെല് ചെയ്തത്
205. Now it has come down to 59 rupees. Okay. അപ്പോൾ അത് ആൾമോസ്റ്റ് നല്ല ഡി കെ സംഭവിച്ചിട്ടുണ്ട് ഇതിൽ. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിനെയും ബുക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇന്നും മാർക്കറ്റ് മേളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ വാട്ട് ഐ ക്യാൻ ഡു ഇസ് പ്രോഫിറ്റ് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇതിനെയും ഞാൻ ബുക്ക് ചെയ്യാൻ പോവാം. 59, 60 രൂപയ്ക്ക് ഞാൻ ഈ ഓപ്ഷൻ ബുക്ക് ചെയ്യും. ഓക്കെ, 60 rupees I'm booking this option. മോഡിഫൈ ചെയ്യുന്നു. സോ ഓൾറെഡി ഞാനൊരു 10,000 ഒരു 15,000 ബുക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു ലോസ് ബുക്ക് ചെയ്യാത്ത ഒരു ലോസ് ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷെ ഞാൻ റിയലൈസ് ചെയ്തത് ഇത്രയാണ്, അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഇതാണ്. അപ്പം ചെയ്തിട്ട് സേ ലൈക്ക് വെൻ മാർക്കറ്റ് വാസ് അറ്റ് അറൌണ്ട് 12,483 സെലക്ട് 12,400 അല്ലെങ്കിൽ 12,500 പുട്ട് ഓപ്ഷൻ. ഞാനൊരു 12,400 ഒരു പുട്ട് ഓപ്ഷൻസ് വീണ്ടും അതുപോലെ ഒരു 12,400 പുട്ട് ഓപ്ഷൻ സെല് ചെയ്യാം. ഓക്കെ, ഞാനിത് റോളപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതിൽ അഡീഷണൽ ക്യാപിറ്റൽ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഓക്കെ, നത്തിങ്, ഐ ജസ്റ്റ് റോളിങ് അപ്പ്. ഫ്രഷ് ക്യാപിറ്റൽ ഇവിടെ ആവശ്യമില്ല. ഞാനിത് റോളപ്പ് ചെയ്തു. അപ്പോൾ എൻ്റെ പ്രേ ഓഫ് ചാർട്ട് എങ്ങനെയാണ് മാറുന്നുണ്ട്, എൻ്റെ പ്രോഫിറ്റ് പൊട്ടൻഷ്യൽ കുറച്ചുകൂടെ കൂടുന്നുണ്ട്. കാരണം ആൾറെഡി ഒരു പുട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്തു, വീണ്ടും ഒരു പുട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. എന്നിട്ടും മൈ പ്രോഫിറ്റ് ഈസ് സംതിങ് ലൈക്ക് വാട്ട് എവർ ഹാപ്പൻസ്, എന്ത് സംഭവിച്ചാലും മാർക്കറ്റ് മേളിലേക്ക് തന്നെ പോവുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് മിനിമം ഒരു 8,000 രൂപ പ്രോഫിറ്റ് കിട്ടും, മാക്സിമം ഒരു 12,000 രൂപ പ്രോഫിറ്റ് കിട്ടും ഒരു ലോട്ട്. ഓക്കെ, അപ്പൊ അതാണ് സിറ്റുവേഷൻ. അപ്പൊ ഇത് നമുക്കത് സേ ലൈക്ക് നമുക്ക് ഒരു റെഡ് കളർ ക്യാൻഡിൽ കിട്ടുന്ന എന്നാണ് 14-ാം തീയതി. അപ്പൊ 14-ാം തീയതി എന്ത് സംഭവിച്ചു എന്നുള്ളത് നോക്കാം. സേ ലൈക്ക് വി ആർ ഓൺ 10th November. സേ ലൈക്ക് 11th November. So 11th November we are making 6,000 rupees. And 12th November again 6,000 something. 13th November it's 6,700. What is this day? 14th November. Okay, 14th November endu sambochu. 14th November ille what happened? Just wrong here. Okay, anyway, but the market മേളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. Okay, so I think we don't have to worry. ഓക്കെ, അപ്പൊ ബ്രേക്ക് ഇവൻ പോയിന്റ് എത്രയാണ്? 12,181 ആണ് താഴേക്ക്. നൗ വി ആർ അറ്റ് 12,800, 872 ഈ ലെവൽസിലേക്ക് മാർക്കറ്റ് നിൽക്കുകയാണ്. നമ്മുടെ ബ്രേക്ക് ഇവൻ പോയിന്റിന് ഒരുപാട് ദൂരെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ സേലേക്ക് അപ്പോൾ നമ്മൾ വീണ്ടും ഒരു 10,000 രൂപ പ്രോഫിറ്റ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിന്റെ എത്ര ഓപ്ഷൻസ് പെർസെന്റേജ് ഡി കെ ആയിട്ടുണ്ട് നോക്കാം. സേലേക്ക് 150 rupeesന് സെല് ചെയ്തത് 150 rupeesന് സെല് ചെയ്തത് 17 rupeesലോട്ട് വന്നു. അപ്പൊ ഞാനിത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാണ്. ഓക്കെ, സോ ഐ എം ബുക്കിംഗ് 17 rupees. Okay, modify this. Okay, എന്നിട്ട് എന്ത് ചെയ്തു, ഞാൻ 12,800 പുട്ട് ഐ എം അഗെയിൻ സെല്ലിംഗ്. ഓക്കെ, അപ്പൊ ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ്, അതായത് മാർക്കറ്റ് അപ് ട്രെൻഡിലേക്ക് പോകുന്ന മാർക്കറ്റ് ആവുകൊണ്ട് നമുക്ക് ഫ്രഷ് ക്യാപിറ്റൽ ഇതിൽ ഇടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ ആ നേരത്തെയുള്ള പൊസിഷൻസിലുള്ള ക്യാപിറ്റൽ വലിച്ചൂരി പുതിയ പൊസിഷൻസിലോട്ട് ഇടുകയാണ്. അപ്പോൾ നോ ക്യാപിറ്റൽ റിക്വയർഡ് ഫോർ ഫർദർ അഡ്ജസ്റ്റ്മെന്റ്. ഈ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഡൗൺ സൈഡ് റിസ്ക് കൂടുതലാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ വ്യൂ മാർക്കറ്റ് മുകളിലേക്ക് പോകും എന്നുള്ള ഒരു വ്യൂ ആണ്. അങ്ങനെ എന്നുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗൺ സൈഡ് പ്രൊട്ടക്ഷൻ കുറച്ചുകൂടെ ബ്രേക്ക് ഓൺ എക്സ്റ്റെൻഡ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, 12,800 പോലും 12,700 ഷോർട്ട് ചെയ്യാം. ഓക്കെ, സോ നൗ ഇഫ് സ്റ്റിൽ ദ മാർക്കറ്റ് ഗോസ് അപ്പ്, മാർക്കറ്റ് ഇന്നും മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ എന്റെ മാക്സിമം പ്രോഫിറ്റ് എന്നുള്ളത് ഇവിടെയാണ്, ഒരു 16,000 rupees. മിനിമം പ്രോഫിറ്റ് എന്നുള്ളത് ഒരു 14,000 rupees ആയിട്ട് മാറും. നമ്മൾ ആദ്യം ഇത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് ഫസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മാക്സിമം പ്രോഫിറ്റ് എത്രയായിരുന്നു? 1,800 ആയിരുന്നു. സെക്കൻഡ് ചെയ്യുമ്പോഴത്തേക്ക് സംതിങ് അറൌണ്ട് 8,000 ആയിരുന്നു. ഇപ്പൊ തേർഡ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ പ്രോഫിറ്റ് പൊട്ടൻഷ്യൽ കൂടുകയാണ്. ഓക്കെ, അപ്പൊ ഇത് ബ്രേക്ക് ഇവൻ ലെവൽസ് ഉണ്ട്. അപ്പൊ ഇതൊന്നും താഴേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അഗെയിൻ വി ഹാവ് ടു ഡു സം അഡ്ജസ്റ്റ്മെന്റ്. അപ്പൊ ആ ഒരു അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് എന്താണ്, ക്യാഷ് ആവശ്യമുണ്ട്. അപ്പൊ ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് ഫ്രഷ് ക്യാപിറ്റൽ ആവശ്യമില്ല. ഓക്കെ, സോ ലെറ്റ് സി വാട്ട് ഹാപ്പൻസ്. 26th അന്ന് എക്സ്പയർഡ് അന്നാണ് നമുക്കൊരു വീഴ്ച സംഭവിച്ചത് മാർക്കറ്റിൽ, 1 day before that. So let's write this. So 11,000 rupees you are on a profit on 19th November. Okay, 1 day. Okay, 20th November, then 23rd November. Okay, your 12,000 you made. 24th November. We are almost very close to the expiry. Expiry എന്താ പറയാ, 26-ാം തീയതിയാണ് എക്സ്പയറി. അപ്പൊ 24-ാം തീയതി രാവിലെ തന്നെ നമുക്ക് എന്ത് ചെയ്തു, 14,000 രൂപ നമുക്ക് പ്രോഫിറ്റ് ആണ്. അപ്പൊ 14,000 രൂപ എന്ന് പറയുമ്പോഴത്തേക്കും വാട്ട് ഈസ് ദ പെർസെന്റേജ് ഓഫ് റിട്ടേൺസ് ഹിയർ? പെർസെന്റേജ് പറയുമ്പോൾ നമ്മൾ ഇതിൽ എക്സാക്ട് മാർജിൻസ് ആണെന്നുണ്ടെങ്കിൽ ഒരു ലോട്ടിന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് 40 രൂപ, അല്ലെങ്കിൽ 0 ആണെന്നുണ്ടെങ്കിൽ 45,000 രൂപയ്ക്ക്. അപ്പൊ 45,000 നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു, നമ്മൾ 14,000 രൂപ ആഫ്റ്റർ ആൾ ബ്രോക്കറേജ് ആൻഡ് ആൾ ഒരു 13,000 രൂപ നമുക്ക് കിട്ടുക എന്ന് വെക്കാം. 13,000 divided by 45,000. So that is your returns on the trade. അപ്പോൾ ഇത്രയാണ് റിട്ടേൺസ്. നമുക്ക് ആൾമോസ്റ്റ് ഒരു അടിപൊളി റിട്ടേൺസ് ആണ്, റൈറ്റ്? ഒരു 20% മുകളിലാണ് റിട്ടേൺസ് കിട്ടുന്നത് ഇഫ് യു കാൽക്കുലേറ്റ് ഇറ്റ്. ഓക്കെ,
അപ്പോൾ once you get sufficient returns like 5 to 6% കിട്ടുവാണെന്നുണ്ടെങ്കിൽ you can exit at any point of time. എക്സിറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് ആ ലെവൽസിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഒരു പുതിയ പുട്ട് കാലണ്ടർ എടുക്കാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ റിവേഴ്സ് ആവുകയാണെന്നുണ്ടെങ്കിൽ you will have to do lot of adjustments. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മള് ഒരു പ്രോഫിറ്റ് ടാർഗറ്റ് മൈൻഡിൽ കാണും. ഓക്കെ, സേ ലൈക്ക് വി മേഡ് ലൈക്ക് 5 to 6% ഓഫ് ദി ഇൻവെസ്റ്റഡ് ക്യാപിറ്റൽ. ഫ്രഷ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യാതെ നമ്മൾ ആദ്യം ഇൻവെസ്റ്റഡ് ക്യാപിറ്റലിൽ 5 to 6% നമ്മൾ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഓക്കെ, സേ ലൈക്ക് നമുക്കിത് എന്താ പറയാ ബുക്ക് ചെയ്തിട്ട് നമുക്ക് ഓക്കെ. അപ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ് അഡ്ജസ്റ്റ്മെന്റ് എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ സേ ലൈക്ക് വി നോ ദാറ്റ് ഓക്കെ മാർക്കറ്റ് മേളിലേക്ക് പോയാൽ എനിക്ക് കാശ് കിട്ടും എന്നുള്ളത് ഓക്കെ. ഓക്കെ, ഇപ്പൊ മാർക്കറ്റ് താഴേക്ക് പോകണമെന്നുണ്ടെങ്കിൽ സേ ലൈക്ക് മാർക്കറ്റ് നാളെ തന്നെ ഇടിഞ്ഞ് താഴേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്റെ റിസ്ക് കൂടുതലാണ്. അപ്പൊ ഞാൻ ഇത് റിസ്ക് എങ്ങനെ ഡൗൺ സൈഡ് റിസ്ക് എങ്ങനെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാട്ട് യു ക്യാൻ ഡു ഈസ് ദാറ്റ് ഇത് വേറൊരു സിമുലേഷൻ കാണിക്കും. സേ ലൈക്ക് for the current example we can do. Okay, so strategy builder il pova live aayittu kanikam. Okay, so current month aanu the options select cheya. So just like February month 25th February, so market is at 14300. So let's say 14300 put you are selling this one lot. അതുപോലെ തന്നെ മാർച്ച് എക്സ്പയറിയിൽ എടുക്കുക. മാർച്ച് എക്സ്പയറി is 25th മാർച്ചിലെ സെയിം സ്ട്രൈക്ക് ഒരു ലോട്ട് ബൈ ചെയ്യണം. ഓക്കെ, ബൈ ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ പേ ഓഫ് കാണിക്കുന്നത്. അപ്പൊ പേ ഓഫ് കാണിക്കുന്ന സമയത്ത് സെലക്ട് ഇത് വന്നിട്ട് 13,725 നമ്മുടെ ഡൗൺ സൈഡ് ബ്രേക്ക് ചെയ്യുക. അപ്പൊ ഈ മാർക്കറ്റ് ഇങ്ങനെ താഴേക്ക് വരുവാണെന്ന് വെച്ചു, താഴേക്ക് വരുവാണ് ഡൗൺ സൈഡിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട അഡ്ജസ്റ്റ്മെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതിന്റെ മുകളിൽ ഒരു കോൾ ഓപ്ഷൻസ് ഷോർട്ട് ചെയ്യുക. ഓക്കെ, അതിങ്ങനെ ഏത് സ്ട്രൈക്കാണ് ഷോർട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറൻസ് ഓഫ് ദ പ്രീമിയം. സേ ലൈക്ക് ഇവിടെ 333 രൂപ നമ്മൾ ക്രെഡിറ്റ് കിട്ടിയിട്ടുണ്ട്. ആൾമോസ്റ്റ് അതിന്റെ ഒരു 424 രൂപ ഡെബിറ്റ് ആയിട്ടുണ്ട്. സോ നെറ്റ് ഡെബിറ്റ് എന്ന് പറയുന്നത് ഒരു സേ ലൈക്ക് 100 പോയിന്റ്സോ 90 പോയിന്റ്സോ ഡെബിറ്റ് ഉണ്ട്. അപ്പൊ ആ 90 പോയിന്റ്സ് പ്രീമിയം, ആ 90 പോയിന്റ്സ് പ്രീമിയം ഏത് ഓപ്ഷൻ സ്ട്രൈക്സിലാണുള്ള ആ സ്ട്രൈക്ക് നമുക്ക് സെലക്ട് ചെയ്ത് നമുക്ക് സെല് ചെയ്യാം. സേ ലൈക്ക് ലെറ്റ്സ് ഗോ ടു ദ ഓപ്ഷൻ ചെയിൻ ആൻഡ് സെലക്ട് ഇറ്റ്. അല്ലെങ്കിൽ സോറി ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഒരു ഇത് ചെയ്തിട്ട് നമുക്ക് ഡൗൺ സൈഡ് പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ഓക്കെ മാർക്കറ്റ് താഴേക്ക് പോകാനുള്ള പ്രോബിലിറ്റിയാണ് കൂടുതലായിട്ട് കാണുന്നത്. ഇപ്പോൾ ഡൗൺ സൈഡ് നമുക്കൊരു പ്രൊട്ടക്ഷൻ വേണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ സെൽ ഫാർ OTM ലൈക്ക് 15,000 ഫെബ്രുവരിയിലെ കോൺട്രാക്റ്റിലെ 15,000 കോൾ ഓപ്ഷൻ. ഇറ്റ് ഈസ് സംവെയർ ട്രേഡിംഗ് അറൌണ്ട് 150 rupees. അപ്പൊ നമ്മുടെ ഡെബിറ്റ് എത്രയാണ്? 90 rupees ആണ്. അഡീഷണൽ ആയിട്ട് നമുക്കൊരു എന്താ പറയാ ഒരു 40 rupees എക്സ്ട്രാ കിട്ടുന്നുണ്ട് സെൽ ചെയ്യും. സെയിം ലോട്ട് യു സെൽ വൺ ലോട്ട് സെൽ ചെയ്യുക. വാട്ട് ഹാപ്പൻസ് നൗ ദ പേ ഓഫ്? See the payoff. Payoff is completely risk free on the downside. അപ്പോൾ ഡൗൺ സൈഡ് മാർക്കറ്റ് എത്ര തന്നെ ഇടിഞ്ഞ് പൊട്ടി താഴെ പോയാലും നമുക്ക് ലോസ് എന്നുള്ളത് സംഭവിക്കില്ല. സെലക്ട് യു ലൈക്ക് വെരി മീഗർ പ്രോഫിറ്റ്. മാർക്കറ്റ് ഒരു 10,000 ഒക്കെ പോയി കഴിഞ്ഞാലും നമുക്ക് കാര്യമായിട്ട് ലോസ് ഒന്നും സംഭവിക്കില്ല. ഓക്കെ, യു ക്യാൻ ജസ്റ്റ് ഇഗ്നോർ ഇറ്റ് ആൻഡ് ഗോ ഓൺ. ഓക്കെ, അവസാനം വന്നിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഓക്കെ, സോ ലൈക്ക് നത്തിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. സോ ഇതൊരു സെൽ ചെയ്തതാണ്. നമ്മൾ ആ ഡെബിറ്റിന്റെ മുകളിലുള്ള ഒരു പ്രീമിയം വെച്ചിട്ടാണ് നമ്മൾ സെൽ ചെയ്തിരിക്കുന്നത്. അങ്ങനെ സെൽ ചെയ്തിരുന്ന സമയത്ത് നമുക്ക് ഡൗൺ സൈഡ് റിസ്ക് കംപ്ലീറ്റ്ലി വി അവോയ്ഡഡ്. ദെൻ വി ഹാവ് എ ബ്രേക്ക് ഇവൺ അപ്സൈഡ്. അപ്സൈഡിൽ വന്നിട്ട് സെലക്ട് 15,129 ആണ് ബ്രേക്ക് ഇവൺ. ഇതാണ് ഇപ്പൊ 15,129 പോവുകയാണെന്നുണ്ടെങ്കിൽ സെലക്ട് യു വിൽ സ്റ്റാർട്ട് ലൂസിങ് മണി. ഓക്കെ, റിസ്ക് ഈസ് അൺഡിഫൈൻഡ്. ബിക്കോസ് നമ്മളൊരു റിസ്ക് ഡിഫൈൻഡ് ആയിട്ടുള്ള പൊസിഷൻസിൽ നമ്മുടെ ഡൗൺ സൈഡ് റിസ്ക് ഹെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ഒരു ഓപ്ഷൻ ഷോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സേ ലൈക്ക് നിങ്ങൾ ഇത് സെല്ല് ചെയ്ത് മാർക്കറ്റ് ഡൗൺ സൈഡ് പോകും എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അഡീഷണൽ ആയിട്ട് സെല്ല് ചെയ്തിട്ട് യു ക്യാൻ ടേക്ക് പാർട്ട് ഇൻ ദാറ്റ് മൂവ്. അപ്പോൾ മാർക്കറ്റ് താഴേക്ക് പോകുന്ന സമയത്ത് യു വിൽ മേക്ക് മണി ബിക്കോസ് ഓഫ് ദിസ് ഓപ്ഷൻ. ഈ ഓപ്ഷന് താഴേക്ക് വരും, ഡയറക്ഷണൽ മൂവ് ഉണ്ടാവും ഈ ഓപ്ഷൻസിൽ. ഡെൽറ്റയുടെ ഇമ്പാക്ട് ഉണ്ട്. യു ക്യാൻ മേക്ക് മണി ഫ്രം ദിസ് ഓപ്ഷൻ. അതുപോലെ തന്നെ ഈ സ്പ്രെഡിൽ വോളറ്റിലിറ്റി ഇൻക്രീസ് ആകുമ്പോഴത്തേക്കും അഗെയിൻ യു വിൽ മേക്ക് മണി. സോ ഡബിൾ ബെനിഫിറ്റ്. താഴെ ഡൗൺ സൈഡ് റിസ്ക് കംപ്ലീറ്റ്ലി പ്രൊട്ടക്റ്റഡ് ആണ്. ഓക്കെ, അങ്ങനെയുള്ള ഒരു വ്യൂ ഉണ്ടെങ്കിൽ അങ്ങനെ ട്രേഡ് ചെയ്യാം. ഇല്ല നമുക്ക് നോർമൽ പുട്ട് കാലണ്ടർ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, സോ ലൈക്ക് ബ്രേക്ക് ഇവൺ ബ്രീച്ച് ആകുമ്പോഴത്തേക്കാണ് നമ്മൾ ഈ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടത്. പക്ഷേ യു ഫീൽ ദാറ്റ് ഓക്കെ മാർക്കറ്റ് താഴേക്കാണ് നല്ല രീതിക്ക് പോകാൻ പോകുന്നുണ്ടെങ്കിൽ ഇഫ് യു ആർ കൺഫേം ദെൻ യു ക്യാൻ ഡു ദാറ്റ്. ഓക്കെ, അപ്പൊ ഇത് ചെയ്യാം. ഓക്കെ, ഈ ഒരു ലോട്ട് അഡീഷണൽ ആയിട്ട് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു നീഡ് ലോട്ട് ഓഫ് മാർജിൻസ്. ഓക്കെ, അപ്പോൾ മാർജിൻ വന്നത് 1,64,000 രൂപ മാർജിൻ കാണിക്കുന്നുണ്ട്. കാരണം ഇത് നേക്കഡ് ഷോർട്ട് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇന്നും ഇതിന്റെ മാർജിൻസ് നമുക്ക് എങ്ങനെ റെഡ്യൂസ് ചെയ്യാം? സിലേക്ക് 1,64,000 രൂപ നമുക്ക് മാർജിൻ ആവശ്യമുണ്ട്. അപ്പൊ ഈ മാർജിന് നമുക്ക് ഫർദർ ആയിട്ട് എങ്ങനെ റെഡ്യൂസ് ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഗോ ടു എനി വീക്ക്ലി എക്സ്പയറി. സിലേക്ക് 28-ാം തീയതി വരുന്ന ഒരു വീക്ക്ലി എക്സ്പയറി അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം. അപ്പൊ ഈ വീക്ക്ലി എക്സ്പയറിയിൽ നമ്മൾ പോയിട്ട് ഒരു OTM ബൈ ചെയ്യാണ് 15,500 കോൾ ഓപ്ഷൻ. സിലേക്ക് 15,500 കോൾ ഓപ്ഷൻ ഇസ് ട്രേഡിംഗ് അറൌണ്ട് 3.75 rupees.
അതിലൊരു 5 ലോട്ട് അങ്ങ് വാങ്ങിയിടും, അത്രേ ഉള്ളൂ. 5 lots you buy. ഇവിടെ ഒരു ലോട്ട് സെല് ചെയ്തിട്ടുണ്ട്, നമുക്ക് മാർജിൻ കൂടുതൽ വരികയാണ്. അപ്പൊ ഈ മാർജിൻ എങ്ങനെ നമുക്ക് ഒഴിവാക്കാം എന്നുള്ളത് ഒരു ട്രിക്കാണ് ഇത്. ആക്ച്വലി ഇത് ബൈ ചെയ്തിട്ട് ആഡ് പൊസിഷൻ കൊടുക്കും. അപ്പൊ എത്രയായി മാർജിന്? 1,64,000 എന്നുള്ള മാർജിന് 56,000 രൂപയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ എത്ര ലക്ഷം? ഓൾമോസ്റ്റ് 1 lakh റുപ്പീ നമുക്ക് ബെനിഫിറ്റ് ഉണ്ട്. ഇതൊരു ട്രിക്കാണ്. ഇങ്ങനൊരു മാർജിൻസ് ഒക്കെ ബെനിഫിറ്റ് നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്യാം. കാരണം ഈ 3.75 രൂപ എന്നുള്ളത് നമുക്ക് ഒന്നും തന്നെ സംഭവിക്കത്തില്ല. അതായത് ഈ 149 രൂപയിൽ നമ്മൾ 3.75 രൂപ മൈനസ് ചെയ്തിട്ട് നമ്മുടെ പേ ഓഫ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇത് ഇടുമ്പോഴത്തേക്കും പേ ഓഫ് കംപ്ലീറ്റ്ലി കൊലാപ്സ് ആവുന്നുണ്ട്. അപ്പൊ ഒരിക്കലും ഈ പേ ഓഫിലോട്ട് ഈ സാഹചര്യം, ഈ ഓപ്ഷൻ ഒരിക്കലും പേ ഓഫിലോട്ട് കൊണ്ടുവരാൻ പാടില്ല. ഇത് ജസ്റ്റ് ഫോർ റെഡ്യൂസിങ് യുവർ മാർജിൻസ് ആണ്. ഇത് പേ ഓഫിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പ്രശ്നമാവും. പേ ഓഫിലോട്ട് കൊണ്ടുവരാൻ പാടില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ പേ ഓഫിലോട്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഈ ജസ്റ്റ് മോഡിഫൈ ദിസ് പ്രൈസ്. 149 രൂപയ്ക്ക് നമ്മൾ സെല് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഇവിടെ 3 രൂപയ്ക്ക് ബൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ആവറേജ് പ്രൈസ് സെല്ല് എന്ന് പറയുന്നത് ഒരു 145 അല്ലെങ്കിൽ അങ്ങനെ ഒരു ലെവൽ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഡു ദ കാൽക്കുലേഷൻ. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എക്സാക്ട് ഫ്രീ ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ യു ഡു ടു ഹാവ് ടു ഡു വെൻ മാർക്കറ്റ് ഗോസ് ഓൺ ദ ഡൗൺ സൈഡ്. താഴേക്ക് മാർക്കറ്റ് വരുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ളൊരു സ്ട്രാറ്റജിയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇതൊരു മന്ത്ലി ഇൻകം സ്ട്രാറ്റജി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. എവറി മന്ത് യു ക്യാൻ ഡു ദ സ്ട്രാറ്റജി. നിങ്ങളുടെ ഉദ്ദേശിച്ച മാർക്കറ്റിൽ ഹൈ വോളറ്റൈൽ അല്ല, നോർമലായിട്ട് മാർക്കറ്റ് പോകുന്നുണ്ടെങ്കിൽ ഒരു 400-500 പോയിന്റ് നമുക്ക് ബ്രേക്ക് ഈവൻ എല്ലാ മാസവും നിങ്ങൾ ട്രേഡ് ചെയ്ത സ്ഥലത്ത് നമുക്ക് രണ്ട് സൈഡും കിട്ടുന്നുണ്ട്. ലൈക് 400 പോയിന്റ്സ് വിൽ ഗെറ്റ് ഓൺ ഏതർ സൈഡ്. അപ്പൊ 400 പോയിന്റ് ആ ഒരു മാസത്തിൽ തന്നെ നല്ല രീതിക്ക് ബ്രീച്ച് ആയാൽ മാത്രം 400 പോയിന്റ് മുകളിലേക്കോ അല്ലെങ്കിൽ താഴേക്ക് മാർക്കറ്റ് ഏതെങ്കിലും ഒരു ദിവസം താഴെ വരുന്ന സമയത്ത് മാത്രം നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ആവശ്യമുണ്ട്. അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ആ ഒരു ലെവൽസിൽ ബ്രീച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാരി ഫോർവേഡ് ദ പൊസിഷൻ ക്യാരി ഫോർവേഡ് ചെയ്യുക, ഒരു പ്രോഫിറ്റ് ടാർഗറ്റ് വെക്കുക, ആ ടാർഗറ്റ് നമുക്ക് ബുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് എഗെയിൻസ്റ്റ് ആയിട്ട് പോവാണെന്നുണ്ടെങ്കിൽ only on the downside you need fresh capital to adjust. താഴേക്ക് പോകുന്ന സമയത്താണ് നമുക്ക് ഫ്രഷ് ക്യാപിറ്റൽ ആവശ്യമുള്ളൂ. മുകളിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഈ താഴെ ഷോർട്ട് ചെയ്തിരിക്കുന്ന പുട്ട് ഡീക്കെ ആവും. അപ്പൊ അതിന്റെ എന്താ പറയാ, അതിന്റെ മാർജിൻസ് യൂസ് ചെയ്ത് അത് ആ ബുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആ ക്യാഷ് റിലീസ് ആവും. അത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പുതിയ ഓപ്ഷൻസ് വെരി ക്ലോസ് ടു ദ മാർക്കറ്റ്, അതായത് മാർക്കറ്റിൽ 12,500 ആണെന്നുണ്ടെങ്കിൽ അതിന്റെ താഴെ ഒരു സ്ട്രൈക്ക് 500 സെലക്ട് ചെയ്യും, അല്ലെങ്കിൽ 400 സെലക്ട് ചെയ്യും. അതിന്റെ താഴെ ഒരു 100 പോയിന്റ്സ് അല്ലെങ്കിൽ 50 പോയിന്റ്സ് താഴെ ഒരു സ്ട്രൈക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് റൈറ്റ് ചെയ്ത് ഈ മാർക്കറ്റിനോടൊപ്പം നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മളൊരു പുട്ട് കാലണ്ടേഴ്സ് ബഡ്ജറ്റിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് വാട്ട് ഐ വാണ്ട് ടു ഷോ യു ടു യു. അപ്പൊ ഈ ട്രേഡ് ഇപ്പോ ഞാൻ എടുത്തിട്ടുണ്ട്. സോ ദിസ് ഈസ് മൈ അക്കൗണ്ട് വിച്ച് ഐ യൂസ് ടു ട്രേഡ്, വൺ ഓഫ് മൈ അക്കൗണ്ട് വിച്ച് യൂസ് ടു ട്രേഡ് ഓപ്ഷൻസ്. ഈ ട്രേഡ് ഞാൻ അത് പറഞ്ഞ പോലെ തന്നെ വി ഹാവ് ടേക്കൻ ദിസ് ട്രേഡ് ഓൺ എ 10 lot ബേസിസ്. 430 രൂപയ്ക്ക് നമ്മൾ ബൈ ചെയ്തിട്ടുണ്ട്, 330 രൂപയ്ക്ക് സെല് ചെയ്തിട്ടുണ്ട്. സോ റൈറ്റ് നൗ ഇറ്റ് ഈസ് ഇൻ എ ലോസ് ഓഫ് 8.75 rupees ബിക്കോസ് ഓഫ് ഒരു ആസ്ക് ബിറ്റ് ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിന്റെ ആസ്ക് ബിറ്റ് ഡിഫറൻസ് ഉണ്ട്. അപ്പോ അതാണ്. ഓക്കെ, സോ ദിസ് ഈസ് വാട്ട് യു ഹാവ് ഡൺ. ഓക്കെ, അപ്പൊ 8,170 രൂപ ലോസിലാണ് നിൽക്കുന്നത്. ക്ലിയർ? സോ ലെറ്റ് സി ഹൗ ഇറ്റ് ഗോസ്. ഓക്കെ, ഇത് എങ്ങനെ പോകുന്നു എന്നുള്ളത് ഐ വിൽ അപ്ഡേറ്റ് യു അണ്ടർ ദിസ് വീഡിയോ. താഴെ ഈ ട്രേഡ് എങ്ങനെ പോയി, എന്ത് അഡ്ജസ്റ്റ്മെന്റ് ആണ് നമ്മൾ ചെയ്തത്, എത്ര പ്രോഫിറ്റ് ആണ് ബുക്ക് ചെയ്തത്, അല്ലെങ്കിൽ എത്ര ലോസ് ആണ് ബുക്ക് ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ വരും ദിവസങ്ങളിൽ ഈ വീഡിയോയുടെ അപ്ഡേറ്റ്സ് ഞാൻ തരാം. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ വേരിയസ് ഓപ്ഷൻ സ്ട്രാറ്റജീസ് നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാം. ഓക്കെ, ഈ വീഡിയോയുടെ അടിയിലുള്ള ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ ഇമെയിൽ ഐഡിയും എൻ്റെ ട്വിറ്റർ ഐഡിയും പിന്നെ ഓക്കെ ദാറ്റ്സ് ഓൾ കൊടുക്കാം. യു ക്യാൻ കോൺടാക്ട് മീ. ഓക്കെ, അതുപോലെ തന്നെ ഇഫ് യു വാണ്ട് ടു ലേൺ ഡയറക്ഷണൽ ട്രേഡിംഗ്, അതുപോലെ തന്നെ നോൺ ഡയറക്ഷണൽ ട്രേഡിംഗും, സോ അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇമെയിൽ ഐഡിയിലും എൻ്റെ ട്വിറ്റർ ഐഡിയിലും ബന്ധപ്പെടാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലെ വീഡിയോസ് ഞാൻ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, kindly support and share this if you find interesting with your friends. Okay guys, thank you. നമുക്ക് അപ്പോൾ വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം. Goodbye.